എല്ലാവരെയും സെഷനിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. യെസ്, തിരുവനന്തപുരം LDC പരീക്ഷ എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ടൈപ്പിസ്റ്റ് പരീക്ഷക്കാർക്കും മറ്റു ജില്ലകളിൽ LDC പരീക്ഷ എഴുതുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാം, ഇനിയും നമുക്ക് റിവിഷൻ ക്ലാസ് വെക്കാം. ഇതും കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോ ഒരു സമയത്തിനനുസരിച്ച് ഒരു 30ഓളം ചോദ്യങ്ങളും നമുക്ക് അതിന് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും റിവിഷൻ ചെയ്തു പോകാം. നമുക്കറിയാം, ഹാർഡ്വെയർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും മെമ്മറി യൂണിറ്റുകളും ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടും ഒക്കെ നമ്മൾ പഠിച്ചു. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും പഠിച്ചു. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും ലാംഗ്വേജ് പ്രോസസ്സേഴ്സും ഡിവൈസ് ഡ്രൈവേഴ്സും എല്ലാം നമ്മൾ വിശദമായിട്ട് എടുത്തു. ഓരോന്നിന്റെയും ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലും എന്തൊക്കെ പഠിക്കണം അതൊക്കെ നമ്മൾ കവർ ചെയ്തു. SCRT, NCRT, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ട് 10-35 ക്ലാസ്സുകൾ ടോട്ടൽ നമ്മുടെ ഈ കമ്പ്യൂട്ടറിന്റെ കോഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പഠിച്ച നിങ്ങളോട് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുക. എല്ലാം MCQ രൂപത്തിലാണ്. നിങ്ങൾ കമന്റ് ചെയ്യുക, അതിശക്തമായി കമന്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയില് ഇതിലേതാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്, വിച്ച് വൺ ഈസ് ഓഡ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. റീഡ് ഓൺലി മെമ്മറി ആണോ, റാൻഡം ആക്സസ് മെമ്മറി ആണോ, ക്യാഷ് മെമ്മറി ആണോ, ബ്ലൂറേ ഡിസ്ക് ആണോ? എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതിനെ കുറെ സമയം എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെല്ലാം അറിയുന്നതാണ്, അറിയാത്തതായിട്ട് ആരും ഇല്ല എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോ റാം ആണെങ്കിലും റോം ആണെങ്കിലും ക്യാഷ് മെമ്മറി ആണെങ്കിലും ഇതെല്ലാം എന്താണ്, CPU-യുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള മെമ്മറിയാണ് അല്ലെ. CPU-യുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള മെമ്മറിയാണ് ഈ പറയുന്ന റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറിയും ക്യാഷ് മെമ്മറിയും എല്ലാം. ബ്ലൂറേ ഡിസ്ക് എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ആണ്, ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്തതാണ്. അപ്പൊ ഇതൊക്കെ CPU-യുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ഉള്ളത് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ, അത് പ്രൈമറി മെമ്മറി ആണെന്നുള്ളതാണ് അല്ലെ. സെക്കൻഡറി മെമ്മറിയിൽ വരുന്നതാണ് CD-യും DVD-യും ബ്ലൂറേ ഡിസ്കും ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ. ഓക്കെ, CPU-യുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്ത മെമ്മറിയാണ്. ഓക്കെ, അപ്പൊ അത് ബ്ലൂറേ ഡിസ്ക്, അതിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. രണ്ടാമത്തെ ചോദ്യം, ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ-ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? കഴിഞ്ഞൊരു PSC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണിത്. ആമസോൺ കിൻഡിൽ പോലെയുള്ളതിൽ ഇ-ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് എന്ന് വിഷയം. യെസ്, ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ-ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണ്? യെസ്, അത് ഇങ്ക് ആണ് എന്ന പോയിന്റ് പഠിച്ചു കേട്ടോ. യെസ്, ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ-ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ക് എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇങ്ക് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. യെസ്, അതായത് നമുക്ക് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പുസ്തകങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആമസോണിന്റെ കിൻഡിൽ പ്രൊഡക്റ്റുകളെ നമുക്കറിയാം. അതിലുള്ള ഇങ്ക് എന്ന് പറയുന്നത് കണ്ണിന് പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ ബുക്ക് വായിക്കുന്ന പോലെയുള്ള ഒരു എഫക്റ്റിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ നമ്മുടെ ടാബ് പോലെയല്ല, കാണുമ്പോൾ ടാബ് പോലെ ആയിരിക്കും, പക്ഷെ അതിൽ ഇങ്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇങ്ക് ആണ്, വായനയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ്. അതാണ് ഈ ഇങ്ക് കേട്ടോ. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യം, സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് വീനർ ആണോ, യുജിൻ പി കോർട്ടിസ് ആണോ, സീമോർ ക്രേ ആണോ, ക്ലൗഡ് ഷാനോൺ ആണോ? ഇത് ഫാദർ ഓഫ് ഇന്റർനെറ്റ് ആണ്. ആരാണ്? ഫാദർ ഓഫ് IT എന്നറിയപ്പെടുന്ന ആളാണ് ക്ലൗഡ് എൽവുഡ് ഷാനോൺ കേട്ടോ. സൈമൂർ ക്രേ ആണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സൈമൂർ ക്രേ, ഇതാണ് ആൻസർ. ഇനി ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, അത് വിജയ് പി ബഡ്കർ ആണ് എന്ന പോയിന്റ് നോട്ട് ചെയ്തു കേട്ടോ. ആരാണ്? വിജയ് പി ബഡ്കർ. വിജയ് പി ബഡ്കർ ആണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. സൈമൂർ ക്രേ ആണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം,
അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം ഇതും PSC ചോദിച്ച ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പിറ്റ്സ് ആൻഡ് ലാൻഡ് മാതൃകയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഏത് തരം കമ്പ്യൂട്ടർ മെമ്മറിയിലാണെന്നുള്ളതാണ് ചോദ്യം. പിറ്റിലും ലാൻഡിലുമായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിലാണ്? അതായത് നമ്മുടെ CD, DVD ഇത് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഹാർഡ് ഡിസ്കും പെൻഡ്രൈവും റോമും ആയതുകൊണ്ട് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്യാം. CD ആണ് ആൻസർ. അതായത് നമുക്കറിയാം ഇവിടെ ട്രാക്കുകൾ ഉണ്ട്, ട്രാക്കുകളിൽ ഇങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു. ഈ ട്രാക്കുകളിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് പിറ്റിലും ലാൻഡിലും ആയിട്ടാണ്. അതായത് ഇവിടെ ഒരു ഡാറ്റ 0 എന്ന് പറയുന്ന ഡാറ്റ, ഇനി ഇവിടെ നമുക്ക് 1, ഇവിടെ 0 1, ഇങ്ങനെ പിറ്റിലും ലാൻഡിലും ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് CD കേട്ടോ. നമുക്കറിയാം രണ്ട് പ്ലാസ്റ്റിക് പ്ലേറ്റിന്റെ ഇടയിൽ അലുമിനിയത്തിന്റെ ഒരു ലെയർ വെച്ചിട്ട് അതിനകത്ത് ലേസർ ബീമുകൾ അടിക്കുമ്പോഴാണ് ഈ പറയുന്ന കുഴികളിലും നിരകളിലും പിറ്റിലും ലാൻഡിലുമായിട്ട് സീറോസും വൺസും സ്റ്റോർ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് NCERT എടുത്തപ്പോൾ പറഞ്ഞതാണ്. CD ആൻസർ, CD എന്ന് പഠിച്ചു നോക്കുക. DVD അതേപോലെ തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്ന കമ്പ്യൂട്ടറിൽ പ്രോസസറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ്? താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ് എന്ന് ചോദിച്ചു. പ്രോസസറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ക്യാഷ് മെമ്മറി ആണ് എന്ന് പഠിച്ചു കേട്ടോ. പ്രോസസറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഡയഗ്രം ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. CPU ഇവിടെയാണ്, ഇതിന്റെ ഇടയിൽ ക്യാഷ് ഉണ്ട് അല്ലെ. ഇവിടെ പ്രൈമറി മെമ്മറി റാം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. റാം ഇവിടെ ആണെങ്കിൽ ഇതിനും കഴിഞ്ഞിട്ടാണ് സെക്കൻഡറി മെമ്മറി ഉള്ളത്. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ഉള്ളതാണ് ക്യാഷ്. അതിന് തൊട്ടപ്പുറത്തുള്ളതാണ് ഇത് റാം എന്ന് നമുക്ക് പഠിക്കാം. റാമും റോമും ഒക്കെ അവിടെയെന്ന് പഠിക്കാം. CPU ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ഇല്ലാത്ത മെമ്മറിയാണ് ഇത് സെക്കൻഡറി മെമ്മറി എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. അപ്പൊ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏതാണ്? ക്യാഷ് മെമ്മറിയാണ് അല്ലെ. പിന്നെ റാമും റോമും, പിന്നെയാണ് സെക്കൻഡറി മെമ്മറി എന്നുള്ളതും പഠിച്ച് വെക്കാം. ഓക്കെ. ഇനി ആറാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഏതാണ് എന്ന് വിഷയം. കുട്ടപ്പേട്ടന്റെ കട ഓർമ്മയുണ്ടല്ലേ? ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഏതാണ് എന്ന് വിഷയം. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ബോൺ 1 എന്ന് നോട്ട് ചെയ്തു വെക്കാം. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓസ്ബോൺ 1 ആണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. ഓസ്ബോൺ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഓസ്ബോൺ 1 ആണ് എന്ന പോയിന്റ് നോട്ട് ചെയ്തു വെക്കാം. ഏഴാമത്തെ ചോദ്യം, ഒരു ഡെസിമൽ സിസ്റ്റത്തിലെ ഓരോ അക്കങ്ങളെയും ബൈനറി നമ്പർ ആക്കി മാറ്റാനുള്ള കോഡിംഗ് സിസ്റ്റം ഏതാണ് എന്ന് വിഷയം. ഒരു ഡെസിമൽ സിസ്റ്റത്തിലെ ഓരോ അക്കങ്ങളെയും, അതായത് ഇപ്പൊ 421 എന്ന് എഴുതുകയാണെങ്കിൽ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എഴുതുന്നു, 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എഴുതുന്നു, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എഴുതുന്നു. അങ്ങനെ ഒരു ഡെസിമൽ നമ്പർ എടുത്തിട്ട് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറിയിലേക്ക് മാറ്റുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമലിനെ ബൈനറി ആക്കി മാറ്റുന്നു അല്ലെ. അതായത് ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി, BCD കോഡ് എന്നാണ് അതിനെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക കേട്ടോ. ഒരു ഡെസിമൽ സിസ്റ്റത്തിലെ ഓരോ അക്കങ്ങളെയും ബൈനറി നമ്പേഴ്സ് ആക്കി മാറ്റുന്ന കോഡിംഗ് സിസ്റ്റമാണ് BCD കോഡിംഗ് സിസ്റ്റം കേട്ടോ. ഇനി എപ്സിഡിക്കൊക്കെ നമുക്കറിയാം, എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടർ മനസ്സിൽ ആക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന്റെ ഇന്റേണലി അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോഡിംഗ് സിസ്റ്റംസ് ഒരുപാടുണ്ട് അല്ലെ. ASCII ഉണ്ട്, ISCII ഉണ്ട്, എപ്സിഡിക് ഉണ്ട്, യൂണികോഡ് ഉണ്ട്. ഇന്ന് ലോകത്ത് എല്ലാവരും ഉപയോഗിക്കുന്ന 16 ബിറ്റ് കോഡിംഗ് സിസ്റ്റമാണ്. 6536 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള കോഡിംഗ് സിസ്റ്റമാണ് യൂണികോഡ്. ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന കോഡിംഗ് സിസ്റ്റമാണ് യൂണികോഡ്. റിപ്പീറ്റ്, ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന കോഡിംഗ് സിസ്റ്റമാണ് യൂണികോഡ്. യൂണിവേഴ്സൽ കോഡ് എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണരൂപം. 16 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. 6536 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മളൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന് മുന്നേ ആദ്യ കാലഘട്ടത്തിൽ വന്നതാണ് ASCII, ISCII, എപ്സിഡിക് ഒക്കെ. അതിന്റെയൊക്കെ പൂർണ്ണരൂപങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. എപ്സിഡിക്ക് 8 ബിറ്റ് ആണ്, 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്.
ആസ്കി അതിനു മുന്നേ വന്നതാണ്. 7 ബിറ്റ് കോഡാണ്. 128 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഇന്റർചേഞ്ച്, അതാണ് അതിന്റെ പൂർണ്ണരൂപം കേട്ടോ. ഓക്കെ, ഈസ്കി എന്ന് പറയുന്നത് ഇന്ത്യൻ സിസ്റ്റത്തിന് റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് വന്നതാണ്. അതും 8 ബിറ്റ് ആണ്. 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം. ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ആൻഡ് ഇന്റർചേഞ്ച് എന്നുള്ളതാണ് ഇസ്കിയുടെ പൂർണ്ണരൂപം കേട്ടോ. ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഇന്റർചേഞ്ച്, അതാണ് ഇസ്കി. ഓക്കെ, ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡാണ് കേട്ടോ. ഓക്കെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഇന്റർചേഞ്ച്, BCD ബൈനറി കോഡ് ഡെസിമൽ, അതാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ നമ്മുടെ ഫോൾഡറുകളിൽ വിശദമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലേറ്റ് ആയിട്ട് വന്ന ആളുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളൊക്കെ കാണാം കേട്ടോ. ഇനി കമ്പ്യൂട്ടർ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഉപകരണമാണ്. ഇനി ഈ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 99 റുപ്പീസിന് ഈ കോഴ്സ് ഫുൾ ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 7510116665 കോൺടാക്ട് ചെയ്താൽ മതി. ഏത് പരീക്ഷയ്ക്കും, ഡിഗ്രി ലെവൽ വരെയുള്ള ഏത് പരീക്ഷയ്ക്കും കമ്പ്യൂട്ടറിൽ നിന്നുള്ള SCRT NCRT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ കമ്പ്യൂട്ടറിന്റെ റെക്കോർഡ് ക്ലാസ് വെറും 99 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. കമ്പ്യൂട്ടർ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഉപകരണം ഏതാണ്? കമ്പ്യൂട്ടർ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഉപകരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജോയിസ്റ്റിക് ആണ് എന്ന് പഠിച്ചോ കേട്ടോ. ജോയിസ്റ്റിക് ആണ് നമ്മുടെ എന്താ പറയാ ആവശ്യാനുസരണം നമുക്ക് ഗൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഉപകരണമാണ് ജോയിസ്റ്റിക്ക്. പോയിന്റിംഗ് ഉപകരണമാണ്, ഇൻപുട്ട് ഉപകരണമാണ്. 8. 9ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 9ാമത്തെ ചോദ്യം, VGA പൂർണ്ണരൂപം എന്താണ്? VGA കേബിളിന്റെ പൂർണ്ണരൂപം എന്താണ്? VGA പൂർണ്ണരൂപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VGA പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? വീഡിയോ ഗ്രാഫിക്സ് അറേ എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് പിള്ളേര് പഠിക്കട്ടേന്നേ. വീഡിയോ ഗ്രാഫിക്സ് അറേ എന്നുള്ളതാണ് VGA പൂർണ്ണരൂപം. വീഡിയോ ഗ്രാഫിക്സ് അറേ. കമ്പ്യൂട്ടറിന്റെ കോഴ്സ് മാത്രം കേട്ടോ ഞാൻ പറഞ്ഞ, ഫണ്ടമെന്റലിന്റെ കോഴ്സ് മാത്രം, ടൈപ്പിസ്റ്റിന്റെ ടോട്ടൽ കോഴ്സ് ഒന്നും അല്ല കേട്ടോ. ഓക്കെ, VGA പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഗ്രാഫിക്സ് അറേ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ, 9. 10ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? കമ്പ്യൂട്ടറിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? അത് ചിലപ്പോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിലുള്ള പോസിറ്റിവിറ്റി ആയിരിക്കില്ല ചിലപ്പോ അല്ലെ. പണ്ട് ലൈവായിട്ട് നമ്മൾ 6 മാസം മുന്നേ ജോയിൻ ചെയ്ത് വലിയ ഫീസിലാണല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോ ആ കമന്റ് ഒക്കെ. ലൈവ് വേറെ, റെക്കോർഡഡ് വേറെ. നമുക്ക് പണിയില്ലല്ലോ. കമ്പ്യൂട്ടറിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ പ്രോസസബിൾ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് 0 and 1 എന്ന് പറയുന്ന ബിറ്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ കമ്പ്യൂട്ടറിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ബിറ്റ് ആണ് എന്ന് പഠിച്ചു. കമ്പ്യൂട്ടറിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിറ്റ് ആണ്. ബിറ്റുകൾ എത്ര എണ്ണാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എണ്ണമാണ്. 0, 1 എന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്കറിയാം ഇത്തരത്തിൽ 4 ബിറ്റിന്റെ കോമ്പിനേഷൻ ആണ്. 4 ബിറ്റുകൾ കൂടി ചേരുമ്പോഴാണ് എന്തായി മാറുന്നത്? 4 ബിറ്റ്സ് കൂടി ചേരുമ്പോഴാണ് നിബിളായി മാറുന്നത്. 8 ബിറ്റ്സ് കൂടി ചേരുമ്പോഴാണ് എന്ത്? ഒരു ബൈറ്റ് ആയിട്ട് മാറുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ 10 ചോദ്യങ്ങൾ ചെയ്തു. 10 ചോദ്യങ്ങളിൽ ഇത്തിരി വേഗത്തിലാണ് ചെയ്യുന്നത്, കാരണം റിവിഷൻ ആയതുകൊണ്ട് നമ്മൾ ഓടിച്ചങ്ങ് പോവാണ് അല്ലെ. 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി? കമന്റ് ചെയ്യാം. ഓക്കെ, 11ാമത്തെ ചോദ്യം, വിച്ച് മോണിറ്റർ ഇന്റർഫേസ് അലൗസ് ഹൈ ഡെഫിനിഷൻ വീഡിയോസ് ആൻഡ് ഓഡിയോ ട്രാൻസ്മിഷൻ? ഹൈ ഡെഫിനിഷൻ ആയിട്ടുള്ള ഓഡിയോസും വീഡിയോസും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോർട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HD. Which monitor interface allows for high definition video and audio transmission? എന്താണ്? HDMI ആണ് അല്ലെ. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് HDMI കണക്ടർ ആണ് HD വീഡിയോസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. HDMI കേട്ടോ. HDMI ആണ് ഹൈ ഡെഫിനിഷന് വേണ്ടിയിട്ടുള്ള പിന്നെ കണക്ഷന് വേണ്ടിയിട്ട്. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണ് ഇതിന്റെ പൂർണ്ണരൂപം എന്നുകൂടി നോട്ട് ചെയ്തു വെക്കാം കേട്ടോ.
അടുത്തത് 12ാമത്തെ ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് മോണിറ്റർ ടെക്നോളജി ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഫാസ്റ്റ് റെസ്പോൺസ് ടൈം ആൻഡ് കോമൺലി യൂസ്ഡ് ഫോർ ഗെയിമിംഗ് മോണിറ്റേഴ്സ്? അതാ ഉത്തരം ഇവിടെ അറിയാതെ വന്നു പോയിട്ടുണ്ട്. TN മോണിറ്റർ എന്നുള്ളതാണ് ഗെയിമിംഗ് മോണിറ്റേഴ്സ്. ഫാസ്റ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള ഗെയിമിംഗ് മോണിറ്റർ ആണ്. യെസ്, ഇതെല്ലാവരും ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ട്വിസ്റ്റഡ് നെമാറ്റിക് എന്നുള്ളതാണ് ആ മോണിറ്ററിന്റെ പേര് കേട്ടോ. എന്താണ്? ട്വിസ്റ്റഡ് നെമാറ്റിക് മോണിറ്റേഴ്സ്. ഓക്കെ, അപ്പൊ വിച്ച് ടൈപ്പ് ഓഫ് മോണിറ്റർ ടെക്നോളജി ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഫാസ്റ്റ് റെസ്പോൺസ് ടൈം ആൻഡ് കോമൺലി യൂസ്ഡ് ഇൻ ഗെയിമിംഗ് മോണിറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വിസ്റ്റഡ് നെമാറ്റിക് എന്ന് പഠിച്ചു വെക്കാം. TN മോണിറ്റർ ആണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം. TNന്റെ പൂർണ്ണ രൂപം ഓൾറെഡി നമ്മൾ പഠിച്ചു. 13 ട്വിസ്റ്റഡ് നെമാറ്റിക്, ഓപ്ഷൻ ബി കേട്ടോ. ഇനി അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോമൺലി യൂസ്ഡ് ബയോമെട്രിക് സെൻസർ? PSC ചോദിച്ച ചോദ്യമാണ്. കോമൺലി യൂസ്ഡ് ബയോമെട്രിക് സെൻസർ ഇതിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാർകോഡ് സ്കാനർ ആണോ, ടച്ച് സ്ക്രീൻ ആണോ, ഫിംഗർ പ്രിന്റ് സ്കാനർ ആണോ, ട്രാക്ക് പാഡ് ആണോ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കോമൺലി യൂസ്ഡ് ബയോമെട്രിക് സെൻസർ? യെസ്, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പറയാൻ സാധിക്കും. എന്താണ്? ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് എന്ന് പറയാൻ സാധിക്കും. അടുത്ത ചോദ്യം. 15ാമത്തെ ചോദ്യം. യെസ്, ഐഡന്റിഫൈ ദി മെറ്റാലിക് ഡിവൈസ് ദാറ്റ് ഈസ് എ തെർമൽ കണ്ടക്റ്റീവ് ആൻഡ് ഡിസൈൻ ടു അബ്സോർബ് ആൻഡ് ഡിസ്പേഴ്സ് ഹീറ്റ് ടു ഫ്ലൂയിഡ് മീഡിയം ഫ്രം ഹൈ ടെമ്പറേച്ചർ ഒബ്ജക്ട്സ് ലൈക്ക് കമ്പ്യൂട്ടർ പ്രോസസർ. അതായത് കമ്പ്യൂട്ടറിന്റെ പ്രോസസർ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് വരുന്ന ഓവർ ഹീറ്റ് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ പാർട്ട് ഏതാണ്? പ്രോസസർ എല്ലാ ഡിവൈസും അങ്ങനെയാണല്ലോ അല്ലെ. ഇലക്ട്രോണിക് ആണെങ്കിൽ ഇലക്ട്രിക്കൽ ആണെങ്കിലൊക്കെ ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഹീറ്റ് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെന്തുണ്ട്? കൂളിംഗ് ഫാനിലേക്ക് ചിലപ്പോൾ പോയേക്കാം. പക്ഷെ ഫാൻ എന്ന് പറയുന്നത് വേറെയാണ്. പക്ഷെ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന മെറ്റാലിക് ഡിവൈസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് സിങ്ക് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇതൊരു ടെക്നിക്കൽ എക്സാമിന് PSC ചോദിച്ച ചോദ്യമാണ്. ഹീറ്റ് സിങ്കിന്റെ എൻഡിൽ പിന്നെ അത് കറങ്ങാൻ വേണ്ടി ഫാൻ ഉണ്ട്. പക്ഷെ മെറ്റാലിക് ഡിവൈസ് ദാറ്റ് ഈസ് തെർമൽ കണ്ടക്റ്റീവ് ഡിസൈൻ ടു അബ്സോർബ് ആൻഡ് ഡിസ്പേഴ്സ് ഹീറ്റ്. ഓക്കെ, യെസ്, അബ്സോർബ്, പ്രോസസറിൽ നിന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കുന്നത് ഹീറ്റ് സിങ്ക് ആണ്. അതിനുശേഷമാണ് പിന്നെ ഫാൻ വരുന്നത് കേട്ടോ. അത് നോട്ട് ചെയ്ത് നോക്കണേ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അടുത്ത ചോദ്യം. 16ാമത്തെ ചോദ്യം. നെയിം ദി കോഡിംഗ് സ്റ്റാൻഡേർഡ് ഡെവലപ്ഡ് ബൈ IBM പ്രൈമർലി ഫോർ മെയിൻ ഫ്രെയിംസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടറിന് ബൈനറി മാത്രമേ മനസ്സിലാവുള്ളൂ. പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ബൈനറിയാണ്. അപ്പൊ നമ്മൾ ഈ അടിച്ചു കൊടുക്കുന്ന ആൽഫബറ്റ് ആണെങ്കിലും നമ്പർ ആണെങ്കിലും ഒക്കെ കമ്പ്യൂട്ടർ അത് ട്രീറ്റ് ചെയ്യുന്നത് ബൈനറി ആയിട്ടാണ്. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനെ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന രൂപത്തിലേക്ക് കോഡ് ചെയ്യണമെങ്കിലുള്ള എൻകോഡിംഗ് സ്കീംസ് ആണ് ആസ്കിയും ഇബ്സിഡിക്കും പിന്നെ യൂണിക്കോഡും ഒക്കെ. ഓക്കെ, അപ്പൊ അതില് IBM ഡെവലപ്പ് ചെയ്ത സ്റ്റാൻഡേർഡ് കോഡിംഗ് സിസ്റ്റം എന്നാ അതിനെ വിളിക്കുക. ആസ്കി, ഇസ്കി, എബ്സിഡിക്, യൂണിക്കോഡ്, ഇതിനെയൊക്കെ സ്റ്റാൻഡേർഡ് കോഡിംഗ് സിസ്റ്റം എന്നാ വിളിക്കുക. ഇതിൽ IBM ഡെവലപ്പ് ചെയ്തത് ഏതാണെന്നുള്ളത് റീസെന്റ് ആയിട്ട് PSC ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. യെസ്, അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം SCERT ഫുള്ള് NCERT ഫുള്ള് അരിച്ചു പൊറുക്കിയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ. അപ്പോൾ റീസെന്റ് ആയിട്ട് ചോദിച്ചതാണ് IBM ഡെവലപ്പ് ചെയ്തത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എബ്സിഡിക് ആണ് എന്ന് പഠിച്ചു നോക്കാം. എബ്സിഡിക്കിന്റെ പൂർണ്ണ രൂപവും PSC ചോദിച്ചിട്ടുണ്ട്. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് കേട്ടോ. അതാണ് IBM ഡെവലപ്പ് ചെയ്തത്. സ്പീഡ് ഇത്തിരി കൂടുതലാണ് ഐനോ, പക്ഷേ ഒക്കെ പഠിച്ചതുമാണ്. ഇനി വിച്ച് കമ്പോണന്റ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജസ് ദി എക്സിക്യൂഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രൊവൈഡ് എ യൂസർ ഇന്റർഫേസ്? യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗം ഏത് എന്നുള്ളതാണ് മലയാളത്തിൽ ചോദ്യം. ഇംഗ്ലീഷിലുള്ള മലയാളത്തിലും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, വിച്ച് കമ്പോണന്റ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജസ് ദി എക്സിക്യൂഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രൊവൈഡ്സ് എ യൂസർ ഇന്റർഫേസ്? നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് രണ്ട് ഭാഗമാണ് പ്രധാനമായിട്ടുള്ളത് അല്ലെ, ഓർമ്മയില്ലേ? യെസ്, ഇത് OS ആണെങ്കിൽ ഇതിന്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്, അതാണ് കേണൽ കേട്ടോ. യൂസർ ഇന്റർഫേസ്, ആളുകൾ ഇന്റർഫേസ് ചെയ്യുന്ന ഭാഗമാണ് ഏത്? ഷെല്ല് കേട്ടോ. അപ്പോ കോർ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് കേണലാണ്. യൂസർ ഇന്റർഫേസ്, പുറത്തുനിന്നുള്ള ആളുകളുടെ ഇടപെടലുകൾ നടക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷെല്ലാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു? 16 അവിടെ കഴിഞ്ഞു. 17ാമത്തെ ചോദ്യമായിരുന്നു അല്ലെ? യെസ്. അടുത്ത് 18ാമത്തെ ചോദ്യം.
യെസ്, ഷെഡ്യൂളിംഗ് അൽഗോരിതം ഒക്കെ നമ്മൾ പഠിച്ചതാണ്. വിച്ച് ഷെഡ്യൂളിംഗ് അൽഗോരിതം പ്രൊവൈഡ്സ് ഈക്വൽ CPU ടൈം ടു ഈച്ച് പ്രോസസ് ഇൻ എ റൗണ്ട് റോബിൻ ഫാഷൻ. 10 പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും 2 സെക്കൻഡ് 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 അത് കൊടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു, അടുത്ത റൗണ്ട് വരുന്നു. ടൈമിനെ സ്ലൈസ് ചെയ്ത് ഓരോ പ്രോസസ്സുകൾക്കും അവരുടെ ടൈം കൊടുക്കുന്ന ഷെഡ്യൂളിംഗ് അൽഗോരിതത്തെ എന്ത് വിളിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് അല്ലേ? യെസ്, അതിനെയാണ് റൗണ്ട് റോബിൻ ഫാഷൻ എന്ന് പറയുന്നത് കേട്ടോ. RR എന്നാണ് വിളിക്കുക. ഓരോ പ്രോസസ്സുകൾക്കും ഒരു നിശ്ചിത സമയം അനുവദിച്ച് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സിനെ, ആ പ്രോസസ്സിംഗ് അൽഗോരിതത്തെ നമുക്ക് എന്ത് വിളിക്കാം? റൗണ്ട് റോബിൻ എന്ന് വിളിക്കാം. 19ാമത്തെ ചോദ്യം, ഇത് PSC ഈ കഴിഞ്ഞ ഏതോ ഒരു പരീക്ഷയിൽ, ഈ അടുത്ത് കഴിഞ്ഞ ഒരു പരീക്ഷയിൽ ചോദിച്ചതാണ്. ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ ഒരു പരീക്ഷയിൽ ചോദിച്ചതാണ്. വിച്ച് ഫയൽ സിസ്റ്റം ഈസ് കോമൺലി യൂസ്ഡ് ഇൻ സെക്യൂർ ഫയൽ സിസ്റ്റം ഇൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? വിൻഡോസിലുള്ള സെക്യൂർ ആയിട്ടുള്ള ഫയൽ സിസ്റ്റം ഏതാണ് എന്ന് ചോദിച്ചു. യെസ്, വിൻഡോസിലുള്ള സെക്യൂർ ഫയൽ സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണെന്ന് പഠിച്ചു വെക്കാം. വിൻഡോസിലുള്ള സെക്യൂർ ഫയൽ സിസ്റ്റം NTFS ആണ് എന്ന് പഠിച്ചു കേട്ടോ. ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം. അപ്പൊ എന്താണ് ഫയൽ സിസ്റ്റം എന്ന് നിങ്ങൾക്ക് അറിയാം? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ വർക്കിങ്ങിന് ആവശ്യമായ ഫയൽസ് ഏത് രൂപത്തിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നതിനെ നമുക്ക് ടോട്ടലി ഫയൽ സിസ്റ്റം എന്ന് വിളിക്കാം. ഇതില് FAT32, അതായത് ഫയൽ അലോക്കേഷൻ ടേബിൾ എന്നുള്ളതാണ് FATയുടെ പൂർണ്ണരൂപം. ഫയൽ അലോക്കേഷൻ ടേബിൾ 32 ബിറ്റ് ആണ്, അതാണ് 32 കേട്ടോ. ഫയൽ അലോക്കേഷൻ ടേബിളും ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റവും, ഇത് രണ്ടും വിൻഡോസിന്റെ ഫയൽ സിസ്റ്റമാണ്. അതായത് വിൻഡോസിനുള്ളിൽ ഫയൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രണ്ടെണ്ണം, FAT32ഉം NTFSഉം. EXT3ഉം EXT4ഉം ഒക്കെ എന്താണ്, ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഫയൽ സിസ്റ്റമാണ്. ഇനി HFSഉം HPFSഉം HPFS+ഉം ഇതൊക്കെ ആപ്പിളിന്റെ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫയൽ സിസ്റ്റത്തിന്റെ പേരുകളാണ്. ക്ലിയർ ആണോ? അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഡാറ്റാസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഫയൽ സിസ്റ്റം വിൻഡോസിലുള്ളതിന് ഉദാഹരണമാണ് FATയും NTFSഉം. ലിനക്സിലുള്ളതാണ് EXT3ഉം EXT4ഉം. ഇനി മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഫയൽ സിസ്റ്റത്തിന്റെ പേരാണ് HPFSഉം HPFS+ഉം HFS+ഉം കേട്ടോ. ക്ലിയർ? ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ജനറലി ഫയൽ സിസ്റ്റം ഏത് എന്നൊക്കെ ചോദിച്ചാലേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം കിടക്കട്ടെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണം ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഏതാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണം? യെസ്, വിൻഡോസ് ഡെസ്ക്ടോപ്പിലാണ് നമുക്കറിയാം, മാക്കും അറിയാം, ലിനക്സും അറിയാം. ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ന പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി കമന്റ് ചെയ്യാമോ? 20ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാമോ? കമന്റ് ചെയ്യാം കേട്ടോ. തുടരുന്നു. 21ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? MS Excel, ഓപ്പൺ ഓഫീസ് കാൽക്ക്, ആപ്പിളിന്റെ ഐവർക്ക്, കീനോട്ട്, ലോട്ടസ് 1 2 3 ഇതിൽ ഏതാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ലാത്തത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. എക്സൽ സ്പ്രെഡ്ഷീറ്റ് ആണെന്ന് അറിയാത്തവര് കട്ടക്ക് പുറത്ത്. അറിയാം. ഓപ്പൺ ഓഫീസ് കാൽക്കും അറിയാം. ലോട്ടസ് 1 2 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. കീനോട്ട് എന്താണ്? നമ്മുടെ ആപ്പിളിന്റെ macOSൽ യൂസ് ചെയ്യുന്ന പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലെ? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ഐവർക്ക് കീനോട്ട്. ഓക്കെ, യെസ്. അപ്പൊ അത് നമുക്ക് അതിനകത്ത് നിന്ന് സ്കിപ്പ് ചെയ്യാം, ഒഴിവാക്കാം. ഓക്കെ, 22ാമത്തെ ചോദ്യം, വിച്ച് സോഫ്റ്റ്വെയർ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് സ്ലൈഡ് ഷോ ഫോർ പ്രസന്റേഷൻ? സ്ലൈഡ് ഷോ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? ഈ ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ ചോദ്യം, സിമ്പിൾ ചോദ്യം. വിച്ച് സോഫ്റ്റ്വെയർ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് സ്ലൈഡ് ഷോ ഫോർ പ്രസന്റേഷൻ? പവർ പോയിന്റ് അല്ലേ? അയ്യേ,
23ാമത്തെ ചോദ്യം. വിച്ച് സോഫ്റ്റ്വെയർ ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് മാനേജിംഗ് ഡാറ്റാബേസ്? ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? വിച്ച് സോഫ്റ്റ്വെയർ ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ക്രിയേറ്റ് ആൻഡ് മാനേജ് ഡാറ്റാബേസ്? യെസ്, ഏതാണ്? യെസ്, ആക്സസ് ആണ് അല്ലെ. ആക്സസും ലിനക്സിലാണെങ്കിൽ ബേസ്, ഇതൊക്കെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് അല്ലെ. EBMS ഒക്കെ വിശദമായി പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ. ഇത് പിന്നെ ടൈപ്പിസ്റ്റ് ആര്. ഇനി വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് GIS സോഫ്റ്റ്വെയർ? GIS സോഫ്റ്റ്വെയറിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് കേട്ടോ GIS. ജോഗ്രഫിക്കൽ ഇൻഫോർമേറ്റീവ് സിസ്റ്റം, ഇൻഫോർമേറ്റീവ് അല്ല, ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ഈ GIS എന്ന് പറയുന്നത്. ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഇമേജസ് ആണോ GIS? അല്ല. റൈറ്റിംഗ് ആൻഡ് റണ്ണിംഗ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണോ? അല്ല. മാനേജിംഗ് ഇമെയിൽസ് ആൻഡ് കലണ്ടർ ടാസ്ക് ആണോ? അതല്ല. അനലൈസിംഗ് ആൻഡ് വിഷ്വലൈസിംഗ് ഗ്രാഫിക്കൽ ഡാറ്റ, അതായത് ഡാറ്റയെ ഗ്രാഫിക്കലായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന GIS സോഫ്റ്റ്വെയർസിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പഠിച്ചു നോക്കാം. GIS. ഓക്കെ കേട്ടോ, അപ്പൊ അത് പഠിച്ചു നോക്കാം. 25ാമത്തെ ചോദ്യം. യെസ്, 25ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫയൽ സിസ്റ്റം യൂസ്ഡ് ടു ഇൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഏതാണ് വിൻഡോസിന്റെ ഫയൽ സിസ്റ്റം? Which of the following file system used by Windows operating system? Yes, വിൻഡോസിന്റെ ഏതാണ്? FAT32 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞില്ലേ. FAT32 ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആക്സസ് പറഞ്ഞു 24, പറഞ്ഞു 25. ഇനി 26ാമത്തെ ചോദ്യം. Which Windows feature allow you to organize and manage files and folders? Which feature to organize and manage files and folders? നമുക്ക് ഫയൽസിനെയും ഫോൾഡറിനെയും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും സാധിക്കുന്നത് ടാസ്ക് മാനേജർ വഴിയാണോ, കൺട്രോൾ പാനൽ വഴിയാണോ, ഫയൽ എക്സ്പ്ലോറർ വഴിയാണോ, വിൻഡോസ് ഡിഫൻഡർ വഴിയാണോ? യെസ്, നമുക്ക് ഓർഗനൈസ് നമ്മുടെ ഫയൽസിനെയും ഫോൾഡറിനെയും കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫയൽസും ഫോൾഡേഴ്സും നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് ഇടുന്നു, അവിടുന്ന് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് ഇടുന്നു, ഇവിടുന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് ഇടുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ടാസ്ക് മാനേജറിലോ കൺട്രോൾ പാനലിലോ ആണോ? അല്ല, ഫയൽ എക്സ്പ്ലോററിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞാൽ അൺഇൻസ്റ്റാളും ഇൻസ്റ്റാളും ചെയ്യാം. ഏത്? നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറുകളെ ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെയാണ് കൂടുതലായിട്ടും കൺട്രോൾ പാനൽ. നമ്മുടെ കയ്യിലുള്ള ആപ്പിനെ മാനേജ് ചെയ്യാനാണ് കൺട്രോൾ പാനൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ടെക്നിക്കൽ ആയിട്ട് അതിന്റെ ബാക്കിൽ കില്ല് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കേട്ടോ. ഫയൽ എക്സ്പ്ലോററിലാണ് നമ്മൾ കോപ്പി പേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇനി ഇതും PSC അടുത്ത ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൻഡോസ് വേർഷൻ ഇൻട്രൊഡ്യൂസ്ഡ് വെർച്വൽ അസിസ്റ്റന്റ് കോർട്ടാന എന്ന് പറയുന്ന വെർച്വൽ അസിസ്റ്റന്റ് യൂസ് ചെയ്യുന്നത് ഏതിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, കോർട്ടാന എന്ന് പറയുന്ന വെർച്വൽ അസിസ്റ്റന്റ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? യെസ്, Windows 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് കേട്ടോ. കോർട്ടാന എന്ന് പറയുന്ന വെർച്വൽ അസിസ്റ്റന്റ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? Windows 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. സിറി എന്ന് പറയുന്നത് ഏത് സിസ്റ്റത്തിന്റെ വെർച്വൽ അസിസ്റ്റന്റ് ആണ്? സിറി കോർട്ടാന Windows 10 സിറി. യെസ്, iOS-ൽ വർക്ക് ചെയ്യുന്ന വെർച്വൽ അസിസ്റ്റന്റിന്റെ പേരാണെന്ത്? സിറി എന്ന് പറയുന്നത് കേട്ടോ. കേട്ടോളൂ. ഹേ സിറി, ഓപ്പൺ വാട്സ്ആപ്പ്. You'll need to unlock your iPhone first. യെസ്, വാട്സ്ആപ്പ് ഓപ്പൺ ആയി. അപ്പോൾ ഇതാണ് വെർച്വൽ അസിസ്റ്റന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വെർച്വൽ അസിസ്റ്റന്റിന്റെ പേരാണ് കോർട്ടാന. iOS മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വെർച്വൽ അസിസ്റ്റന്റിന്റെ പേരാണ് സിറി എന്ന പോയിന്റ് പുറത്ത് വെക്കാം കേട്ടോ. കിട്ടില്ലേ? നമ്മുടെ ചങ്കാണ്. 28ാമത്തെ ചോദ്യം. വിച്ച് വിൻഡോസ് യൂട്ടിലിറ്റി ഈസ് യൂസ് ടു അൺഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്. ഹലോ, ക്ലാസ്സിലാണ്. ഞാൻ വിളിക്കാം കേട്ടോ. ശരി.
യെസ്, അൺഇൻസ്റ്റാൾ ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് നമ്മൾ പഠിച്ചു, കൺട്രോൾ പാനൽ ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു. അൺഇൻസ്റ്റാൾ ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ പാനൽ ആണ്. ഫയലുകളെ മാനേജ് ചെയ്യാനാണ് ഫയൽ എക്സ്പ്ലോറർ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി 29ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ മോസ്റ്റ് പോപ്പുലർ ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റ് ഫോർ ഗ്നു ലിനക്സ്? ഓക്കെ, ഗ്നു എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ആണ്. ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേണലിന്റെ പേരാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. സുധീഷ്, യെസ് യെസ്, ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. അപ്പോ ലിനക്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. അപ്പോട്ടെ, നമ്മളിപ്പോ ചോദ്യങ്ങളല്ലേ. യെസ്, ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, മറിച്ച് ഗ്നു ലിനക്സ് എന്ന് പറയുന്നതാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ ശരിക്കും ഗ്നു ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹൃദയഭാഗമായ കേണലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിനക്സ്. പക്ഷെ നമ്മൾ അതെന്താണ്? ലിനക്സ് ലിനക്സ് എന്ന് പറയും, OS തന്നെ ലിനക്സ് എന്ന് പറയും അല്ലെ. ശരിക്കും അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? ഗ്നു ലിനക്സ് എന്നുള്ളതാണ്. ഗ്നു എന്ന് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷനെ സൂചിപ്പിക്കുന്നു, ലിനക്സ് എന്ന് പറയുന്നത് ആ OSന്റെ കേണലിനെ സൂചിപ്പിക്കുന്നു. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിട്ടുക കേട്ടോ. അപ്പൊ അതിനെ മോസ്റ്റ് പോപ്പുലർ ആയിട്ട് അത് വർക്ക് ചെയ്യുന്ന അതിന്റെ ഒരു ഐഡിയെ വിളിക്കുന്ന പേരാണ് ഗ്നോം. ഇത് രണ്ടും കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ഗ്നോം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്കറിയാം 1992 ഈ പറയുന്ന ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നത്. ആരാണിത് കണ്ടുപിടിച്ചത്? ലിനസ് ടോർവാൾഡ്സ്. ലിനസ് ടോർവാൾഡ്സ് ആണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ലോഗോ, ലിനക്സിന്റെ ലോഗോ എന്ന് പറയുന്നത് ടെക്സ് ആണ് എന്ന് നമുക്കറിയാം. പിന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്നുള്ളത് അറിയാം. ഇതിന്റെ പിന്നെ ext3 ext4 ഒക്കെ ഇതിന്റെ പിന്നെ എന്താ പറയാ ഫയൽ സിസ്റ്റം ആണ് എന്ന് നമുക്കറിയാം. ഇതിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 92 വന്നു. ലിനസ് ടോർവാൾഡ്സ് ആണ് ലിനക്സ് കണ്ടുപിടിച്ചത്. ടെക്സ് ആണ് അതിന്റെ ലോഗോ. പിന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ext3 ext4 ഒക്കെ അതിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം ആണ് എന്ന പോയിന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റ് അല്ലേ? യെസ്. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അത് നേരെ തിരിച്ചു വന്നതാണ് കേട്ടോ, കാര്യാക്കണ്ട. 30ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ്ഡ് ഓൺ ലിനക്സ് കേർണൽ ആൻഡ് വൈഡ്ലി യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്പെഷ്യലി ഇൻ കേരള ഇൻക്ലൂഡിംഗ് IT at സ്കൂൾ? IT at സ്കൂളിൽ വരെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, IT at സ്കൂൾ വരെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക, ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതിനെ എഡിറ്റ് ചെയ്യാം. അതിന്റെ കോഡുകളെ നമുക്ക് മാറ്റം വരുത്താം. അങ്ങനെ മാറ്റം വരുത്തി വന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉബുണ്ടു. ഉബുണ്ടുവിന്റെ ലോഗോയില് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇങ്ങനെ ഒരു വട്ടം ഉണ്ടാവും. ഉബുണ്ടുവിന്റെ ലോഗോയും കൂടെ പഠിച്ചു വെക്കുക. കണക്റ്റിംഗ് പീപ്പിൾ എന്നുള്ളതാണ് ഉബുണ്ടുവിന്റെ ലോഗോയുടെ മോട്ടോ, കണക്റ്റിംഗ് പീപ്പിൾ. ഈ ലിനക്സിനെ മോഡിഫൈ ചെയ്ത് ഉബുണ്ടു ഇറക്കി. ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് ആർക്കും മോഡിഫൈ ചെയ്ത് എടുക്കാം. ഓക്കെ, അതിന് കണക്റ്റിംഗ് പീപ്പിൾ അല്ല കേട്ടോ, കണക്റ്റിംഗ് പീപ്പിൾ നോക്കിയുടെ അല്ലേ? യെസ്, അതെനിക്ക് തെറ്റിപ്പോയതാണ്. സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആണ്, ഞാൻ തിരുത്തുന്നു. കണക്റ്റിംഗ് പീപ്പിൾ അല്ല കേട്ടോ. യെസ്, സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആണ്, സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആണ്. തിരുത്തി സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആണ്, സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്. ഓക്കെ, സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് എന്നാ വിളിക്കാം കേട്ടോ. ആളുകൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന പെട്ടെന്ന് അങ്ങനെ പോയി. യെസ്, ഈ ഉബുണ്ടുവിനെ വീണ്ടും മാറ്റം വരുത്തിയതാണെന്ത്? IT at സ്കൂൾ എന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, IT at സ്കൂൾ. അപ്പോൾ ലിനക്സ് എന്ന് പറയുന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ മാറ്റം വരുത്തിയതാണ് ഉബുണ്ടു. ഉബുണ്ടുവിനെ മാറ്റം വരുത്തിയതാണ് ഇത് IT at സ്കൂൾ എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. ഈ IT at സ്കൂൾ പ്രവർത്തിക്കുന്നത് കൈറ്റ് എന്ന് പറയുന്ന കേരള ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി എഡ്യൂക്കേഷന്റെ കീഴിലാണ് ഈ പറയുന്ന IT at സ്കൂളൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അൻവർ സാദത്താണ് അതിന്റെ ചെയർമാൻ. യെസ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേട്ടോ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ.
ഓക്കെ, 91 അവസാനത്തോടുകൂടി 92ലാണ് ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേട്ടോ. 91 അതിന്റെ കേണൽ ഡിസൈൻ ചെയ്യുന്നു, 92ലാണ് അത് പബ്ലിക്കലി റിലീസ് ചെയ്യുന്നത്. രണ്ടും വന്നേക്കാം ഓപ്ഷനിൽ കേട്ടോ ലിനക്സ്. അപ്പൊ ലിനക്സ് ഓപ്പൺ സോഴ്സ് ആണ്, അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ഉബുണ്ടു ഇറക്കിയിട്ടുള്ളത്. ലിനക്സിന്റെ ലോഗോ ടക്സ് ആണ്, ഉബുണ്ടുവിന്റെ ലോഗോ എന്ന് പറയുന്നത് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആണ്. അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് IGI സ്കൂൾ ഇറക്കിയിട്ടുള്ളത്. കൈറ്റിന്റെ ഉടമസ്ഥതയിലാണ് ഇതിപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന പോയിന്റ് ഒക്കെ ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. കൈറ്റ് ഫോം ചെയ്ത ഇയർ അത് എപ്പോഴോ ചോദിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. 2002ലാണ്, 2001, 2002ലാണ് കൈറ്റ് ഫോം ചെയ്തിട്ടുള്ളത് കേട്ടോ. ചിലതൊക്കെ അങ്ങനെയാണല്ലോ അല്ലെ, തുടക്കം ഉണ്ടാവും. 2001 തുടങ്ങി, 2002ലാണ് അത് ഒഫീഷ്യലി വരുന്നത്. അപ്പൊ 2001, 2002ലാണ് എന്ത് ചെയ്യുന്നത്, ഇത് പിന്നെ കൈറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലാണ് ഇപ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഇതിലെ നിയമനങ്ങളൊക്കെ നടത്തുന്നത് ഒരു പ്രൈവറ്റ്, അതിപ്പോ ആര് ഭരിച്ചു കഴിഞ്ഞാലും അതിലെ നിയമനങ്ങൾ എന്ന് പറയുന്നത് സ്വകാര്യ ഉടമസ്ഥതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ IT പഠിക്കുന്ന ആളുകൾ ഇല്ലായിട്ടാണോ, IT എക്സ്പേർട്സ് ഇല്ലായിട്ടാണോ? അതൊക്കെ PSCക്ക് വിട്ടൂടെ? എത്ര നിയമനങ്ങൾ നടക്കും? ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പക്ഷെ നടക്കുന്നില്ല. അപ്പൊ കൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു PPP മോഡലിലുള്ളതാണ്, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിലുള്ളതാണ്. നമ്മുടെ അക്ഷയ സെന്റർ പോലെ കേട്ടോ, അക്ഷയും അതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, യെസ്. അക്ഷയ സെന്റർ ആദ്യമായിട്ട് വന്ന എവിടെയാണ്? മലപ്പുറത്താണ് അല്ലെ, മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ട്രെയിൻ പോലെ അങ്ങനെ പോകാം. ഇതൊക്കെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ ചോദ്യം നമ്പർ 30 അല്ലേ? അപ്പൊ 30ൽ എത്ര മാർക്ക് കിട്ടി നിങ്ങൾക്ക്? 30ൽ എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്യാമോ? 30ൽ എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ഓക്കെ, നിങ്ങളുടെ മാർക്കുകൾ കമന്റ് ചെയ്യാം കേട്ടോ. അടുത്ത 31ാമത്തെ ചോദ്യം. കുറച്ചും കൂടെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കൊണ്ടുവന്നത് തീരുമാനം കുറച്ചും കൂടെ ചോദ്യങ്ങളെ ഉള്ളൂ കൊണ്ടുവന്നത്. Which programming language is widely supported in Ubuntu and often used for scripting and automation tasks? ഉബുണ്ടുവിൽ സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? Which programming language is widely supported in Ubuntu and often used for scripting and automation tasks? സ്ക്രിപ്റ്റിങ്ങിനും ഓട്ടോമേഷൻ ടാസ്കിനൊക്കെ ഉപയോഗിക്കുന്ന, ഉബുണ്ടുവിലൊക്കെ ഉപയോഗിക്കുന്ന, ഇന്ന് വൈഡായിട്ട് സെക്യൂരിറ്റി സൈഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണെന്ത്? പൈത്തൺ എന്ന് പഠിച്ചു വെക്കാം. ഇത് SCRTയിൽ ഉള്ളതാണ്, അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഓർത്തു വെക്കാം. ഇത് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഡോ വാൻഡ്രോസം കേട്ടോ. ഗുഡോ വാൻഡ്രോസം എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത് എന്ന പോയിന്റും ഓർത്തു വെക്കാം കേട്ടോ. ഗുഡോ വാൻഡ്രോസം ആണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിച്ചത് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. 32ാമത്തെ ചോദ്യം. ഇൻ യുണിക്സ് വിച്ച് സിസ്റ്റം കോൾ ക്രിയേറ്റ് ന്യൂ പ്രോസസ്? ഓക്കെ, യെസ്. ഇത് യുണിക്സ് എന്ന് പറയുന്നത് ആരാ കണ്ടുപിടിച്ചത്? കെൻ തോംസണും ഡെന്നിസ് റിച്ചിയും കൂടെ ചേർന്ന് കണ്ടുപിടിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത്? യുണിക്സ് എന്ന് പറയുന്നത് കേട്ടോ. യുണിക്സ്. ഇതില് പ്രോസസ്സ്, ഓരോ പുതിയ പ്രോസസ്സിനെ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വാട്ട് ഈസ് പ്രോസസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അതിന്റെ ഉള്ളിൽ ഇൻഡയറക്ട്ലി മനസ്സിലാക്കണം. കമ്പ്യൂട്ടറിനുള്ളിൽ ഒരുപാട് പ്രോഗ്രാംസ് നടക്കും അല്ലെ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് പ്രോസസ്. എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രോസസ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യുണിക്സിൽ ഉപയോഗിക്കുന്ന കോഡാണെന്ത്? ഫോർക്ക് കേട്ടോ. പഴയ ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഫോർക്ക്. അപ്പൊ ന്യൂ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം കോൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർക്ക് എന്ന് പഠിച്ചു വെക്കാം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് യുണിക്സ് ആണ്. ഇത് കണ്ടുപിടിച്ചത് കെൻ തോംസണും ഡെന്നിസ് റിച്ചിയുമാണെന്ന് പഠിച്ചു വെക്കാം. യെസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. ഫോർക്കാണ് പുതിയ പ്രോസസ്സുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോള് എന്ന് പഠിച്ചു വെക്കാം. എന്താണ് പ്രോസസ്? എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോസസ് എന്നും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്. 33ാമത്തെ ചോദ്യം. വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഡെവലപ്ഡ് ബൈ ആപ്പിൾ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിൽ ആപ്പിൾ ഡെവലപ്പ് ചെയ്ത OS ഏതാണ്? ഉബുണ്ടു ആണോ, വിൻഡോസ് ആണോ, iOS ആണോ, CentOS ആണോ? യെസ്, ഇതിൽ ആപ്പിൾ ഡെവലപ്പ് ചെയ്തത് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
സിമ്പിൾ ആയിട്ട് പറയാം iOS ആണ് അല്ലെ. എന്താ സംശയം? ഇത് ഫോണിൽ, മൊബൈൽ ഫോണിൽ. ഇനി ഡെസ്ക്ടോപ്പിലാവുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ macOS, മാക്കിൻടോഷ് എന്ന് നമുക്ക് പഠിക്കാം അല്ലെ. ഇനി 34ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് ചെയ്ത് ഒന്ന് വായിച്ചു നോക്കി ഉത്തരം പറഞ്ഞേ. ഏത് ആൻസർ? MySQL സെർവർ അല്ലെ. മൈക്രോസോഫ്റ്റ് MySQL സെർവർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡാറ്റാ സോഫ്റ്റ്വെയർ ആണ്. നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്താണ്? ഒരു വെബ് ബ്രൗസർ ആണ് അല്ലെ. നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. ഒറാക്കിൾ എന്ന് പറയുന്നതും എന്താണ്? ഒരു ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് അല്ലെ. ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. ഡ്രീം വ്യൂവർ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ് ഡ്രീം വ്യൂവർ. അപ്പോൾ ഇതിൽ ഡാറ്റാബേസ് ഉള്ളത് ഏതാണ്? എയും സിയും ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്നുള്ളത് കിട്ടും. ഓക്കെ, പഠിച്ച ആളുകൾക്ക് കിട്ടും. അടുത്തത് 35ാമത് ചോദ്യം, ഹൈ ലെവൽ പ്രോഗ്രാമിൽ എഴുതുന്ന പ്രോഗ്രാമുകളെ നമുക്ക് എന്ത് വിളിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാമുകളെ എന്ത് വിളിക്കാം? ഒബ്ജക്റ്റ് കോഡ് എന്ന് വിളിക്കോ, ബൈനറി എന്ന് വിളിക്കോ, നെമോണിക്സ് എന്ന് വിളിക്കോ, സോഴ്സ് കോഡ് എന്ന് വിളിക്കോ? ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാമുകളെ എന്ത് വിളിക്കാം? യെസ്, ഹൈ ലെവൽ പ്രോഗ്രാമിൽ എഴുതുന്ന പ്രോഗ്രാമുകൾ എന്ത് വിളിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് സോഴ്സ് കോഡ് എന്ന് വിളിക്കുക കേട്ടോ. നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെ എന്ത് വിളിക്കാം? സോഴ്സ് കോഡ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ഇനി അടുത്തത് 36ാമത്തെ ചോദ്യം, ജാവ ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ജാവ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാവ ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവ്. സിമ്പിൾ ആയ ജാവ, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആയ ജാവ അല്ലെ. യെസ്, ആരാണ്? ജെയിംസ് ഗോസ്ലിംഗ് ആണ്. എവിടെ? ജെയിംസ് ഗോസ്ലിംഗ് ആണ് അല്ലെ. ടിം ബെർണേഴ്സ്-ലീ നമുക്കറിയാം WWWന്റെ ഉപജ്ഞാതാവാണ്. നെക്സസ് എന്ന് പറയുന്ന വെബ് ബ്രൗസർ കണ്ടുപിടിച്ച ആളാണ്. യെസ്, പിന്നെ എന്താ പറയാ, ആദ്യത്തെ വെബ് ബ്രൗസറായ പിന്നെ നെക്സസ് കണ്ടുപിടിച്ച ആളാണ്. പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, HTTP അല്ലെ, HTTP കണ്ടുപിടിച്ച ആളാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടിം ബെർണേഴ്സ്-ലീ. ഓക്കെ, ചാൾസ് ബാബേജ് പിന്നെ കമ്പ്യൂട്ടറിന്റെ പിന്നെ പിതാവാണ് എന്നുള്ള പോയിന്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ജെയിംസ് ഗോസ്ലിംഗ് ആണ് ജാവ കണ്ടുപിടിച്ച ആള് എന്ന് പഠിച്ചു. 37ാമത്തെ ചോദ്യം, ജാവ ലാംഗ്വേജിന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? ജാവയുടെ ആദ്യത്തെ പേര്. ഓക്ക്, മെഷീൻ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്? എന്താണ് ജാവയുടെ ആദ്യത്തെ പേര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ജാവ ലാംഗ്വേജിന്റെ ആദ്യകാല നാമം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്ക് കേട്ടോ. അതായത് സൺ മൈക്രോസിസ്റ്റം എന്ന് പറയുന്ന കമ്പനിയാണ് ഓക്ക് എന്ന് പറയുന്ന ലാംഗ്വേജ് ആദ്യം ഡെവലപ്പ് ചെയ്തത്. പിന്നീടാണ് അത് ജാവയായിട്ട് മാറുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അവിടെ ഒരു കാര്യം കൂടി എടുത്തു വെക്കുക, ഹോട്ട് ജാവ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോട്ട് ജാവ ഈസ് എ വെബ് ബ്രൗസർ. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹോട്ട് ജാവ എന്ന് പറയുന്നത് വെബ് ബ്രൗസർ ആണെന്ന് പഠിച്ചു വെക്കാം. ജാവ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഓക്കായിരുന്നു, സൺ മൈക്രോസിസ്റ്റം ആണ് ഡെവലപ്പ് ചെയ്തത്. ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് ജാവയാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്, ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാവ എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ആൻഡ്രോയിഡിന്റെ അടിസ്ഥാന പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ജാവയാണ്. പോയിന്റുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ വാരിയുണ്ട്. അടുത്ത ചോദ്യം, 38ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഏതാണ്? ഓക്കെ, അതായത് കമ്പ്യൂട്ടറിന്റെ ഉള്ളില് മാനേജിങ്, സോർട്ടിങ്, അറേഞ്ചിങ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അല്ലെ. കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഇന്റേണൽ ആയിട്ട് സോർട്ടിങ്, ഡിലീറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഓപ്പറേഷൻസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഇതിൽ വേർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. യെസ്, ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നതും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. പവർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇല്ല, പവർ പോയിന്റ് ആയിരിക്കും, അതും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആന്റിവൈറസ്, അതുപോലെ തന്നെ ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ, പിന്നെന്താണ് രജിസ്ട്രി ക്ലീനർ, സ്ക്രീൻ സേവർ, ഇതൊക്കെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക കേട്ടോ. ഇനി 39ാമത്തെ ചോദ്യം, എന്തിനടിസ്ഥാനമാക്കിയിട്ടാണ് ആപ്പിൾ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത്? മാക് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, അത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇതിൽ ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? വിൻഡോസിനെയാണോ, യുണിക്സിനെയാണോ, ആൻഡ്രോയിഡിനെയാണോ, ജാവയെയാണോ? യെസ്, മാക് നിർമ്മിച്ചിരിക്കുന്നത് വരെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? യുണിക്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് മനസ്സിലാക്കി വെക്കാം.
ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ ഫുള്ളി സപ്പോർട്ടഡ് 64-ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ലോകത്തിൽ ആദ്യമായി വന്ന 64 ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ലിനക്സ് ആണോ, വിൻഡോസ് ആണോ, മാക്കോഎസ് ആണോ, ഡോസ് ആണോ? ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസിന്റെ ആദ്യകാല കമാൻഡ് ലൈൻ ഇന്റർഫേസ് ഉള്ള, ഇതൊക്കെ എങ്ങനെയാണ്? ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. ഒരു യൂസറിന് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഗ്രാഫിക്സ് ഉണ്ട്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, GUI. അതിന്റെ പൂർണ്ണരൂപം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഡെസ്ക്ടോപ്പ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, DOS, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആണ്. കമാൻഡ്സ് കൊടുത്തുകൊണ്ടാണ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നത് കേട്ടോ. അത് OSുമായി ബന്ധപ്പെട്ട് ജനറൽ ആയിട്ട് പറഞ്ഞതാണ്. ഇവിടെ ആൻസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് 64-ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിനക്സ് ആണ് എന്ന പോയിന്റും പഠിച്ച് വെക്കാം. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. 40 ചോദ്യങ്ങളെ ഉള്ളെങ്കിലും 100-ലധികം ഫാക്ടുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തി ഡിസ്റ്റൻസിനനുസരിച്ച് ഏത് നെറ്റ്വർക്കിന്റെ ടൈപ്പ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്ന് പറയുന്ന ഒരു ബേസിക് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. സ്വാഗതം. ഓക്കെ, കുറച്ച് പേരൊക്കെ ഉണ്ട് ഇവിടെ അല്ലെ. യെസ്, അപ്പോ ശനിയാഴ്ച പരീക്ഷയുള്ള ആളുകൾക്ക് ഒരു ലാസ്റ്റ് ഘട്ട റിവിഷൻ ആയിരിക്കും. മറ്റു ജില്ലകളിൽ ഫേസിൽ പരീക്ഷയുള്ള ആളുകൾക്ക്, മീൻസ് ടൈപ്പിസ്റ്റ് ആണെങ്കിലും മറ്റ് LDC-കാരാണെങ്കിലും ഇനിയും നമ്മൾ റിവിഷൻ ക്ലാസ്സുകളായിട്ട് കാണും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുറേയധികം തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഏതാണ്? അകലത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? പാൻ എന്ന് വിളിക്കാം. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ. അപ്പൊ പാൻ ആണ് ഏറ്റവും ചെറുത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലാൻ ആണ് എന്ന് പറയാം. അതിനുശേഷം എന്ത് പറയാം, മാൻ എന്ന് നമ്മൾ പഠിക്കാം. അതിനുശേഷമാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആയിട്ടുള്ള വാൻ വരുന്നത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ചോദ്യം PSC ചോദിച്ച ചോദ്യമാണ്. SSHന്റെ പൂർണ്ണരൂപം എന്താണ്? SSH, സെക്യൂരിറ്റി ഇൻ സെർവർ ഹബ്ബ് എന്നുള്ളതാണോ, സെക്യൂർ ഷെൽ എന്നുള്ളതാണോ, സെക്യൂർ സെർവർ ഹബ്ബ് എന്നുള്ളതാണോ, സെർവർ സെക്യൂർ ഹബ്ബ് എന്നുള്ളതാണോ? എന്താണ് SSHന്റെ പൂർണ്ണരൂപം? SSHന്റെ പൂർണ്ണരൂപം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സെക്യൂർ ഷെൽ എന്നുള്ളതാണ് കേട്ടോ. സെക്യൂർ ഷെൽ. ഓക്കെ, സെക്യൂർ ഷെൽ, അതായത് നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ സെക്യൂരിറ്റി എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് SSHും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പെർമിഷൻ വാങ്ങണം. പെയ്ഡ് ആയിട്ടുള്ള പെർമിഷൻ വാങ്ങണം, SSH കേട്ടോ. അതാണ് സെക്യൂർ ഷെൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, 40 ചോദ്യങ്ങളാണ്, കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ എന്തെന്ന് വിളിക്കുന്നു? ഒരു യൂണിറ്റ് സമയത്തിനുള്ളിൽ, യൂണിറ്റ് ടൈമിനുള്ളിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഡാറ്റയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നിശ്ചിത സമയത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന, നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വിളിക്കുന്നു? അതിനെ ബാൻഡ് വിഡ്ത്ത് എന്നാണ് വിളിക്കുക കേട്ടോ. ഒരു യൂണിറ്റ് സമയത്തിനുള്ളിൽ എത്രത്തോളം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുന്നു കേട്ടോ. നാലാമത്തെ ചോദ്യം, ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി ഏതാണ്? അപ്പൊ ഇതില് 10 ഡിവൈസ് ഉണ്ടെങ്കിൽ ഉപകരണങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിട്ടില്ല. നടുക്ക് ഒരു കേന്ദ്ര കൺട്രോളർ ആയിട്ട് ഹബ്ബ് ഓർ സ്വിച്ച് കേട്ടോ, ഹബ്ബ് ഓർ സ്വിച്ച് സെൻട്രൽ ഡിവൈസ് ആയിട്ട് നിൽക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള ഡിവൈസുകൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഈ ടോപ്പോളജി എന്ത് വിളിക്കാം എന്നുള്ളതാണ് ചോദ്യം. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റാർ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. സ്റ്റാർ ടോപ്പോളജി എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, വ്യത്യസ്ത പ്രോട്ടോകോളുകളിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? അതായത് ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ഒരുപാട് ഡിവൈസ് ഉണ്ട്, ഇപ്പുറത്ത് വേറെ കുറച്ച് നെറ്റ്വർക്ക് ഉണ്ട്, ഡിവൈസുകളെ കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ട്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസ്, അതായത് വ്യത്യാസം എന്താ? ഇത് ഒരു പ്രോട്ടോകോളിലാണെങ്കിൽ ഇത് പ്രോട്ടോകോൾ 1 ആണെങ്കിൽ ഇത് പ്രോട്ടോകോൾ 2 ആണ്.
യെസ്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ 1ഉം പ്രോട്ടോകോൾ 2ഉം ഡിഫറെന്റ് പ്രോട്ടോകോളിലാണെങ്കിൽ അതിനെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഡിഫറെന്റ് പ്രോട്ടോകോളിൽ ബന്ധിപ്പിക്കാനാണ് ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. സെയിം പ്രോട്ടോകോളിൽ ബന്ധിപ്പിക്കാനാണെങ്കിൽ അവിടെ റൂട്ടർ ആണ് ഉപയോഗിക്കുക കേട്ടോ. സെയിം പ്രോട്ടോകോളിൽ ബന്ധിപ്പിക്കാനാണെങ്കിൽ അവിടെ റൂട്ടർ ഉപയോഗിക്കും. ഡിഫറെന്റ് പ്രോട്ടോകോളിൽ ബന്ധിപ്പിക്കാനാണെങ്കിൽ അവിടെ ഗേറ്റ് വേ യൂസ് ചെയ്യും എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ആറാമത്തെ ചോദ്യം, നെറ്റ്വർക്ക് സിഗ്നൽ ആപ്ലിക്കേഷൻ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആപ്ലിക്കേഷൻ അല്ല, ആംപ്ലിഫിക്കേഷൻ ആണ് കേട്ടോ. ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുക. അതായത് നെറ്റ്വർക്ക് സിഗ്നലിനെ റീജനറേറ്റ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് റീജനറേറ്റ് ചെയ്ത് വീണ്ടും സെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് ഏത് നെറ്റ്വർക്ക് ഡിവൈസിലൂടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓക്കെ, നെറ്റ്വർക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലുകളെ അതായത് സിഗ്നൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറയുന്ന സമയത്ത് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റീജനറേറ്റ് ചെയ്ത് തിരിച്ച് ആദ്യത്തെ രൂപത്തിൽ തന്നെ ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, എല്ലാവരും ഉഷാറായിട്ട് ഉത്തരം പറയുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? യെസ്. ഏഴാമത്തെ ചോദ്യം, നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് ആണോ, GPIP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണോ, FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണോ, SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണോ? ഇതെല്ലാം നമ്മൾ സിലബസിൽ നമുക്ക് പ്രധാനമായിട്ടും ഫണ്ടമെന്റൽ വരുന്ന 5 മൊഡ്യൂളാണ് അല്ലെ. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇന്റർനെറ്റ്, നെറ്റ്വർക്ക്, സൈബർ ക്രൈം ആൻഡ് സൈബർ ലോ. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ബാച്ചുകാരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഒരു നെറ്റ്വർക്കിൽ തീർച്ചയായിട്ടും വേണമെന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ് ഏത്? TCP/IP പ്രോട്ടോകോൾ എന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. TCP/IP പ്രോട്ടോകോൾ എന്ന് നോട്ട് ചെയ്തു വെക്കാം. നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TCP/IP എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, അതിന്റെ പൂർണ്ണ രൂപം കൂടെ പഠിച്ചു വെക്കാം. അതും PSC ചോദിച്ചിട്ടുണ്ട്. ഇനി 8ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടർ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ ഉപയോഗിക്കുന്ന അഡ്രസ് ഏതാണ്? ഇപ്പൊ എന്റെയും നിങ്ങളുടെയും കമ്പ്യൂട്ടറിനെ തിരിച്ചറിയാൻ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന അഡ്രസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ് ഏതാണ്? കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ ഉപയോഗിക്കുന്ന അഡ്രസ്, ഓക്കെ, ഇൻഡിവിജ്വലി ഓരോ സിസ്റ്റത്തിനെയും ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന അഡ്രസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IP അഡ്രസ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. IP അഡ്രസ് എത്ര ഉണ്ട്? IPv4 ഉണ്ട്, എന്തുണ്ട്? IPv6 ഉണ്ട് അല്ലെ. IPv4 എന്ന് പറയുന്നത് എത്ര ബിറ്റ് ആണ്? 32 ബിറ്റ് ആണ്. IPv6 എന്ന് പറയുന്നത് എത്ര ബിറ്റ് ആണ്? 64 ആണോ? അല്ല, 128 ബിറ്റ് ആണ് IPv6 എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. IPv4 എന്ന് പറയുന്നത് ഡെസിമൽ അല്ലെ, ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് അതിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ IPv6ലാണെങ്കിൽ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വലി ഐഡന്റിഫൈ ചെയ്യാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IP അഡ്രസ് എന്ന് പഠിച്ചു വെക്കാം. ഇനി 9ാമത്തെ ചോദ്യം, ഒരു നെറ്റ്വർക്കിനെ മറ്റൊരു നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇവിടെ നിന്ന് ഒരു നെറ്റ്വർക്ക് വന്നു, ഇതാണ് നെറ്റ്വർക്ക് കേബിൾ. യെസ്, ഈ നെറ്റ്വർക്ക് കേബിളിനെ ഈ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? യെസ്, ഇവിടെ ഒരു അഡാപ്റ്റർ ഇത് നമ്മളിങ്ങനെ അതായത് ഇത് നെറ്റ്വർക്ക് കേബിൾ ഇങ്ങനെ വന്നു. യെസ്, ഇവിടേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് ബന്ധിപ്പിക്കണമെങ്കിൽ ഇവിടെ ഒരു NIC എന്ന് പറയുന്ന ഒരു കാർഡ് ഉണ്ട്. ഓക്കെ, അതാണ് എന്ത്? നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. അതായത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിന്റെ എൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പിന്നെ നെറ്റ്വർക്ക് കേബിളിന്റെ അറ്റത്ത് കണ്ടിട്ടില്ലേ ഒരു കണക്ടർ, ഇങ്ങനെ ഒരു ക്ലിപ്പുള്ള RJ45 എന്നാണ് അതിനെ വിളിക്കുക. ഇവിടെ കണ്ടിട്ടില്ലേ നിങ്ങൾ ഈ ഒരു ആകൃതിയിലുള്ള ഒരു പോർട്ട് കണ്ടിട്ടില്ലേ നിങ്ങൾ? യെസ്, ഇങ്ങനെ ഒരു ആകൃതിയിൽ ഒരു പോർട്ട് കണ്ടിട്ടില്ലേ? യെസ്, ഒരു ക്ലിപ്പ്. ആ ക്ലിപ്പ് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് വെച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക അല്ലെ. അപ്പൊ ആ കണക്ടറിനെ നമ്മൾ RJ45 എന്ന് പറയും. ആ പോർട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ഇഥർനെറ്റ് ഓർ LAN പോർട്ട് എന്ന് വിളിക്കും.
ഇഥർനെറ്റ് പോർട്ട് അഥവാ ലാൻ പോർട്ട് എന്ന് വിളിക്കും. കണക്ടറെ നമ്മൾ RJ45 എന്ന് വിളിക്കും. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഉള്ളിലേക്ക് എത്തിയിട്ട് ഇവിടെ സ്വീകരിക്കുന്ന ഈ ഒരു ബോർഡ് ഉണ്ടല്ലോ, അതിനെയാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്റെ കയ്യിലുള്ളത് ഇത് കണക്ടർ ആണെങ്കിൽ യെസ് ഞാൻ അത് സോക്കറ്റ് ചെയ്യുന്നത് എന്താണ്, യെസ് ഇഥർനെറ്റ് പോർട്ട് എന്ന് പറയുന്നതിനകത്താണ് ഞാൻ അത് കണക്ട് ചെയ്യുന്നത്. ഈ അക്സെപ്റ്റ് ചെയ്യുന്ന ഈ ഒരു കാർഡ് ഉണ്ടല്ലോ, ഈ ഒരു കാർഡിനെയാണ് NIC കാർഡ് എന്ന് പറയുന്നത്. ഇതാണ് പിന്നെ CPU ലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ഷൻ പോകുന്നത് കേട്ടോ. 10ാമത്തെ ചോദ്യം, മോഡം കണ്ടുപിടിച്ചത് ആരാണ്? ജാക്കിൽബി IC ചിപ്പ് കണ്ടുപിടിച്ച ആളാണ്. വില്യം ഷിക്കാർഡ് പാര, വില്യം ഷോക്ലി ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച ആളാണ് കേട്ടോ. ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച ആളാണ്. ഡെന്നിസ് C ഹൈസ് ആണ് ഏത് കണ്ടുപിടിച്ചത്, വില്യം ഷിക്കാർഡ് ആരാ? അങ്ങനെ ഒരാളുണ്ടോ? വില്യം ഷിക്കാർഡ് നോക്കട്ടെ. വില്യം ഷിക്കാർഡ് അതോ ഞാൻ പണ്ടെപ്പോഴെങ്കിലും ഉണ്ടാക്കിയ പേരാണോ? വില്യം ഷിക്കാർഡ് ഇസ് എ ജർമ്മൻ പ്രൊഫസർ ഫേമസ് ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ക്ലോക്ക് പാസ്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച ആളാണ് കേട്ടോ. യെസ്, അങ്ങനെ ഒരാളുണ്ട്. ചിലപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇത് പാസ്കൽസ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച ആളാണ്. യെസ്, നമ്മൾ ഇത് വരെ വന്നിട്ടില്ലല്ലോ. വില്യം ഷിക്കാർഡ് ഏതെങ്കിലും ബുക്കിൽ നിന്ന് എടുത്തായിരിക്കും, നോക്കാത്തോണ്ടായിരിക്കും കേട്ടോ. കമ്പ്യൂട്ടർ യുഗത്തിൽ പാസ്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച ആദ്യം കേട്ടോ, കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച ആളാണ് ഏത്, പാസ്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച ആളാണ് വില്യം ഷിക്കാർഡ് എന്ന് പഠിച്ചു വെക്കാം. ജാക്കിൽബി ആണ് IC ചിപ്പ് കണ്ടുപിടിച്ചത്. ഡെന്നിസ് C ഹൈസ് ആണ് മോഡം കണ്ടുപിടിച്ചത്. വില്യം ഷോക്ലി ആണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് എന്ന പോയിന്റും ഓർത്ത് വെക്കാം, പഠിച്ച് വെക്കാം കേട്ടാ. സെറ്റ്. അപ്പൊ 10 ചോദ്യങ്ങൾ ചെയ്തപ്പോ എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാമോ? 10ൽ 40ൽ എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതും കൂടി നോക്കും നമ്മൾ ലാസ്റ്റ്. 40 ചോദ്യമാണ് ടോട്ടൽ ഉള്ളത് കേട്ടോ. 10ൽ എത്ര കിട്ടി? 9ഉം 10ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. യെസ്, 7 വരെയൊക്കെ കിട്ടണം. 7 വരെ കേട്ടോ, 7ന് താഴേക്ക് പോണ്ട. അടുത്ത 11ാമത്തെ ചോദ്യം, ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏത് എന്നുള്ളതാണ് ചോദ്യം. SMTP ആണോ, FTP ആണോ, TCP/IP ആണോ, POP ആണോ? ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഫയൽ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ FTP എന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെ. ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് FTP എന്ന് പഠിച്ചു വെക്കുക. ഇനി ഇമെയിൽ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന, ഇമെയിലിൽ സെൻഡ് ചെയ്യുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴും ഇമെയിൽ സെർവറുകൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് എന്ത്, SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. പോപ്പ് എന്താന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറയുന്നില്ല കേട്ടോ, ക്ലാസ്സിലുണ്ട്. 12ാമത്തെ ചോദ്യം, LED ബൾബുകൾ ഉപയോഗിച്ച് ഡാറ്റ വിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? നമ്മൾ റൂമിലേക്ക് വരുന്നു, നമ്മൾ LED ബൾബ് സ്വിച്ച് ഇടുന്നു, നമ്മൾ പ്രകാശം വരുന്നു, അതോടൊപ്പം തന്നെ ആ പ്രകാശം നമുക്ക് കിട്ടുന്ന സാഹചര്യത്തില് പ്രകാശം നമ്മുടെ ഫോണിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ഇന്റർനെറ്റ് കണക്ഷൻ കൂടി ലഭ്യമാകുന്നു. അതായത് പ്രകാശവും കിട്ടും ഇന്റർനെറ്റും കിട്ടും. അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം. എന്ത് വിളിക്കുന്നു ഇപ്പോഴത്തെ ചോദ്യം? LED ബൾബുകൾ ഉപയോഗിച്ച് ഡാറ്റ വിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണെന്ത്, ലൈറ്റ് ഫിഡിലിറ്റി, ലൈഫൈ കേട്ടോ, ലൈഫൈ. ഓക്കെ, LED ബൾബുകൾ ഉപയോഗിച്ച് ഡാറ്റ വിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയെ നമ്മൾ എന്ത് വിളിക്കുന്നു, ലൈഫൈ എന്ന് വിളിക്കുന്നു. ലൈറ്റും ഇന്റർനെറ്റും കൂടി ഒന്നിച്ച് കിട്ടുന്ന സാങ്കേതിക വിദ്യ കേട്ടോ. ഇനി 13ാമത്തെ ചോദ്യം, വേൾഡ് വൈഡ് വെബ് നിലവിൽ വന്നത് ഏത് വർഷമാണ് എന്നുള്ളതാണ് ചോദ്യം. വേൾഡ് വൈഡ് വെബ് നിലവിൽ വന്ന വർഷം ഏതാണ്? യെസ്, വേൾഡ് വൈഡ് വെബ് നിലവിൽ വന്ന വർഷം ഏതാണ്? ഏതാണ്? 1989 വേൾഡ് വൈഡ് വെബ് നിലവിൽ വന്നത് കേട്ടോ. 1989 വേൾഡ് വൈഡ് വെബ് നിലവിൽ വന്നത് എന്ന് പഠിച്ചു വെക്കാം. 1993 ഇന്റർനെറ്റ് നിലവിൽ വരുന്നത്. ഇന്റർനെറ്റ്, ഓക്കെ, സോറി 93 അല്ല 83.
83 കേട്ടോ, സിംഗാവില്ല. 83-ലാണ് ഇന്റർനെറ്റ് നിലവിൽ വരുന്നത്. 89-ലാണ് ഏത് 1989-ലാണ് വേൾഡ് വൈഡ് വെബ് നിലവിൽ വരുന്നത്. അതിനു മുമ്പേ 1969-ലാണ് ആർപ്പാനെറ്റ് നിലവിൽ വരുന്നത്. ഇന്റർനെറ്റിന്റെ ആദ്യ രൂപമായ ആർപ്പാനെറ്റ് വരുന്നത് 69-ല്, ഇന്റർനെറ്റ് വരുന്നത് 83-ല്, വേൾഡ് വൈഡ് വെബ് വരുന്നത് 89-ല്, ആദ്യത്തെ സെർച്ച് എഞ്ചിനായ ആർച്ചി വരുന്നത് 1990-ല്, 1995-ലാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചു തുടങ്ങിയത്. 5 വർഷങ്ങൾ, 6 വർഷങ്ങൾ, 5 അല്ലേ? യെസ്. അപ്പൊ 69-ലാണ് ഇന്റർനെറ്റിന്റെ അതിരൂപമായ ആർപ്പാനെറ്റ് വരുന്നത്. 83-ലാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന യുഗം വരുന്നത്. 89-ലാണ് വേൾഡ് വൈഡ് വെബ് വരുന്നത്. 90-ലാണ് ആദ്യത്തെ സെർച്ച് എഞ്ചിനായ ആർച്ചി വരുന്നത്. 95-ലാണ് എന്ത് നമ്മുടെ ഇന്ത്യ ഇന്റർനെറ്റിന്റെ ഭാഗമാകുന്നത്. കേട്ടോ? അപ്പൊ പോയിന്റുകൾ പഠിച്ചു വെക്കാം. 14-ാമത്തെ ചോദ്യം, എ ടൈപ്പ് ഓഫ് ടെസ്റ്റ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടിംഗ് ടു ചെക്ക് വെദർ ഓർ നോട്ട് ദ യൂസർ ഈസ് എ ഹ്യൂമൻ ഓർ നോട്ട്. ഏതൊരു വെബ്സൈറ്റിലേക്ക് പോകുമ്പോഴും സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ കോഡ് അപ്ലൈ ചെയ്യാറുണ്ട്. ആ കോഡിന് എന്ത് വിളിക്കും? ഡീബഗ്ഗിംഗ് എന്ന് വിളിക്കോ, ക്രിപ്റ്റ് അനാലിസിസ് എന്ന് വിളിക്കോ, ക്യാപ്ച എന്ന് വിളിക്കോ, ബ്ലോക്ക് ബോക്സ് ടെക്സ്റ്റിംഗ് എന്ന് വിളിക്കോ? എന്താ വിളിക്കുക? എന്ത് വിളിക്കും നമ്മൾ? എന്താ നമ്മൾ വിളിക്കുക? Yes, the type of test used in computing to check if the user is a human or not. Okay, ഹ്യൂമൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് വിളിക്കും? ക്യാപ്ച എന്ന് വിളിക്കും അല്ലേ? കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻ അപ്പാർട്ട്. ഓക്കെ, കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻ അപ്പാർട്ട് എന്നുള്ളതാണ് ഏതിന്റെ പൂർണ്ണരൂപം? ക്യാപ്ചയുടെ പൂർണ്ണരൂപം എന്നുള്ള പോയിന്റ് പഠിച്ചു വെക്കണം കേട്ടോ. 14. 15-ാമത്തെ ചോദ്യം, വെൻ യു സേവ് എ ഫയൽ ആസ് എ വെബ് പേജ് ദ വേർഡ് കൺവേർട്സ് ദ ഡോക്യുമെന്റ് ഇൻ ടു ഡാഷ്. നിങ്ങളൊരു വെബ്സൈറ്റിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഏത് ഫോർമാറ്റിലേക്കാവും സേവ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഒരു വെബ്സൈറ്റ് എടുത്തിട്ട്, ഒരു വെബ് പേജ് എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് നിങ്ങൾ സേവ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളെ ഫയൽ നിങ്ങൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പോൾ ഏത് ഫോർമാറ്റിലാണ് അത് സേവ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഏത് ഫോർമാറ്റിൽ സേവ് ആവും? യെസ്, HTML ഫോർമാറ്റിലാണ്. കാരണം HTML ഉപയോഗിച്ചാണ് വെബ് പേജ് നിർമ്മിക്കുന്നത് കേട്ടോ. HTML ഉപയോഗിച്ചാണ് വെബ് പേജ് നിർമ്മിക്കുന്നത്. അപ്പൊ HTML ഫോർമാറ്റിലേക്കായിരിക്കും അത് സേവ് ആവുക എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? HTML-ന്റെ പൂർണ്ണരൂപം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ് കേട്ടോ. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ്. യെസ്, ഓക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ HTML-ന്റെ വേണമെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട് കേട്ടോ. നമ്മളെ ടൈപ്പിസ്റ്റ് ബാച്ചുകാർക്ക് വേണ്ടി HTML 6ഓളം ക്ലാസ്സുകൾ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അതും കൂടി വേണമെങ്കിൽ കമ്പ്യൂട്ടർ ഫണ്ടമെന്റലിനകത്ത് ഒരു ഫോൾഡർ ആയിട്ട് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ നോക്കിക്കോളാം നിങ്ങൾ കേട്ടോ. ഓക്കെ, ഒന്ന് ഓടിച്ച് നോക്കിക്കോളാം കേട്ടോ. യെസ്, ഇനി 16-ാമത്തെ ചോദ്യം, ഒരു വെബ് പേജിൽ നിന്നും മറ്റൊരു വെബ് പേജിലേക്ക് ഇമേജിനെ എന്ത് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വെബ് പേജിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ പേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലിക്ക് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് കണക്ട് ചെയ്യുന്ന ടെക്സ്റ്റ് ഇമേജ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് നമുക്ക് ഹൈപ്പർ ലിങ്ക് എന്ന് വിളിക്കാം. ഒരു വെബ് പേജിൽ നിന്നും മറ്റൊരു വെബ് പേജിലേക്ക് കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഹൈപ്പർ ലിങ്ക് എന്ന് വിളിക്കുന്നു എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഹൈപ്പർ ലിങ്ക്. 17-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയത് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയത് BSNL ആണോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് തന്നത് നമുക്ക്? അതോ VSNL ആണോ? എയർടെൽ ആണോ? BSNA ആണോ? ആരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയത്? VSNL ആണ്. ഞാൻ പറഞ്ഞു 1995-ലാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് വരുന്നത് അല്ലെ. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് കേട്ടോ. യെസ്, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്നുള്ളതാണ് BSNL-ന്റെ പൂർണ്ണരൂപം. അവരാണ് ഇന്ത്യയിൽ നമുക്ക് ആദ്യമായിട്ട് ഇന്റർനെറ്റ് തരുന്നത് കേട്ടോ. 18-ാമത്തെ ചോദ്യം, വിക്കിപീഡിയ പദ്ധതി ആരംഭിച്ചത് ആരാണ്? വിക്കിപീഡിയ പദ്ധതി ആരംഭിച്ചത് ആരാണ്? വാർഡ് കണ്ണിംഗ്ഹാം ആണോ? റിച്ചാർഡ് സ്റ്റാൾമാൻ ആണോ? ജിമ്മി വെയിൽസും ലാറി സാംഗറും ആണോ? റിച്ചാർഡ് സ്റ്റാൾമാനും ജിമ്മി വെയിൽസും ആണോ? പീറ്റർ മെഹാൾഡും ലാറി സാംഗറും ആണോ? ആരാണ്?
എല്ലായിടത്തും മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണല്ലോ. യെസ്, ആരാണ്? വിക്കിപീഡിയ പദ്ധതി ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിമ്മി വെയിൽസും ലാറി സാങ്ങറുമാണ് എന്ന് പഠിച്ചു കേട്ടോ. ജിമ്മി വെയിൽസും ലാറി സാങ്ങറുമാണ് എന്ന് പഠിച്ചു വെക്കാം. 19ാമത്തെ ചോദ്യം, ഇന്റർനെറ്റ് പാക്കറ്റ്സ് ആർ കോൾഡ് ഡാഷ്. ഇന്റർനെറ്റിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ചെറിയ ചെറിയ പാക്കറ്റുകളെ നമുക്ക് എന്ത് വിളിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, ഇന്റർനെറ്റ് പാക്കറ്റ്സ് ആർ കോൾഡ് ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാറ്റാഗ്രാം എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, ഡാറ്റാഗ്രാം കേട്ടോ. ഇന്റർനെറ്റിൽ നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്ന ചെറിയ ചെറിയ ഇതിനെ നമുക്ക് ഡാറ്റാഗ്രാം എന്ന് വിളിക്കാം എന്ന പോയിന്റ് പുറത്ത് വെക്കാം. ഓക്കെ, യെസ്. ഒരു മിനിറ്റ്, ഇവിടെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. നമ്മൾ പല ലെയറുകൾ പഠിച്ചില്ലായിരുന്നോ? അപ്പൊ ഇതും കൂടി ആ കൂട്ടത്തിലേക്ക് എന്ത് ചെയ്യാ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. യെസ്, നോക്കിയേ, നമ്മുടെ ആദ്യത്തെ ലെയറിൽ, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, സെഷൻ ലെയർ, അതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ നമ്മൾ തന്നിട്ടുണ്ടല്ലോ. ആപ്ലിക്കേഷൻ ലെയറിലും പ്രസന്റേഷൻ ലെയറിലും സെഷൻ ലെയറിലും ഡാറ്റ, നമ്മൾ അയക്കുന്ന ഡാറ്റയെ ഡാറ്റ എന്ന് തന്നെയാണ് വിളിക്കുക. ആപ്ലിക്കേഷനും പ്രസന്റേഷനും സെഷനും കേട്ടോ. യെസ്, അപ്പൊ ISOSൽ 7 ലെയറുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആപ്ലിക്കേഷൻ ലെയറിലും അതിന്റെ ഡ്യൂട്ടിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നെറ്റ്വർക്ക് പ്രോസസ് ആപ്ലിക്കേഷൻ, ഡാറ്റ റെപ്രസെന്റേഷൻ ആൻഡ് എൻക്രിപ്ഷൻ. യെസ്, ഇതിനെ കുറിച്ചൊക്കെ ഒരു ഓവറോൾ വ്യൂ നമ്മൾ എടുത്ത സമയത്ത്. പിന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ആപ്ലിക്കേഷനിലും പ്രസന്റേഷനിലും പിന്നെ സെക്ഷനിലും ഡാറ്റ എന്നാണ് അതിനെ വിളിക്കുക. ഡാറ്റ കേട്ടോ, ഡാറ്റ എന്നാണ് വിളിക്കുക. ഇനി ട്രാൻസ്പോർട്ട് ലെയറിൽ ഡാറ്റ അത് വീണ്ടും ചെറിയ ചെറിയ പാർട്ടുകളാക്കിയിട്ട് സെഗ്മെന്റ്സ് ആക്കി മാറ്റി, സെഗ്മെന്റ്സ് ആയിട്ട് മാറി. ഇനി നെറ്റ്വർക്ക് ലെയറിലാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, പാക്കറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഡാറ്റ ലിങ്ക് ലെയറിൽ അത് ഫ്രെയിംസ് ആയി മാറി. ഫിസിക്കൽ ലെയർ, അതായത് ഫിസിക്കൽ ലെയറിലൂടെയാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അവിടെയാണ് ഡാറ്റയുടെ ഏറ്റവും ചെറിയ രൂപമായ ബിറ്റ് എന്ന് അതിനെ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഫിസിക്കൽ ലെയറിൽ എന്ത് വിളിക്കും, ബിറ്റ്സ് എന്ന് വിളിക്കും. ഡാറ്റ ലിങ്ക് ലെയറിൽ എന്ത് വിളിക്കും, ഫ്രെയിംസ് എന്ന് വിളിക്കും. നെറ്റ്വർക്ക് ലെയറിൽ പാക്കറ്റ് എന്ന് വിളിക്കും. ട്രാൻസ്പോർട്ട് ലെയറിൽ സെഗ്മെന്റ് എന്ന് വിളിക്കും. സെഷൻ ലെയറിലും പ്രസന്റേഷൻ ലെയറിലും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെയറിലും ഡാറ്റ എന്ന് തന്നെ വിളിക്കും കേട്ടോ. ഓരോ ലെയറിലും ഡാറ്റയ്ക്ക് എന്ത് മാറ്റമാണ് വരുന്നത് എന്നുള്ളത് കൂടി എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, പിന്നെ ഈ ആദ്യത്തെ താഴെയുള്ള 3 മീഡിയ ലെയേഴ്സ് എന്നും മുകളിലുള്ളതിനെ ഹോസ്റ്റ് ലെയേഴ്സ് എന്നും വിളിക്കും. ഇത് നമ്മുടെ സിലബസിലൊന്നും ഇല്ല, എന്നാലും നമ്മളെ ഒന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടും ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഓരോ ലെയറുകളിലുമുള്ള ഡാറ്റയുടെ പേര് ഒന്ന് നോട്ട് ചെയ്തു വെച്ചാല് നല്ലതാണ് കേട്ടോ. ഓരോ ലെയറിലുള്ള ഡാറ്റയുടെ പേര് ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ഓക്കെ, സെറ്റ് അല്ലേ? പോട്ടെ ഞാന്. യെസ്, അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, ഇന്റർനെറ്റ് പാക്കറ്റ്സിന് മറ്റൊരു പേരാണ് എന്ത്, ഡാറ്റാഗ്രാം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇന്റർനെറ്റ് പാക്കറ്റ്സിന്റെ മറ്റൊരു പേരാണ് എന്ത്, ഡാറ്റാഗ്രാം എന്ന് പഠിച്ചു. ഇതിപ്പോ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഓർമ്മയുണ്ടോ? 19 അല്ലായിരുന്നോ? 20ാമത്തെ ചോദ്യം 20 ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ അല്ലേ. നമ്പർ വേറെ ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് IPv4 അഡ്രസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ IPv4 അഡ്രസ് വാലിഡ് അല്ലാത്ത IPv4 അഡ്രസ് ഏത് എന്നുള്ളതാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാലിഡ് അല്ലാത്ത IPv4 അഡ്രസ് ഏതാണ്? യെസ്, നമുക്കറിയാം 0ന്റെയും 255ന്റെയും ഇടയിലുള്ളതാണ് IPv4 യൂസ് ചെയ്യുക അല്ലെ. യെസ്, 8 ബിറ്റ് വെച്ചുകൊണ്ട് മാക്സിമം നമുക്ക് 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം. 0 മുതൽ തുടങ്ങുന്നത് കൊണ്ട് 255. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും 255 താഴെ വരുള്ളൂ. 255 അതിൽ താഴെ വരുള്ളൂ. 275 വരില്ല, അത് ഇൻവാലിഡ് ആണ്. ഓക്കെ, യെസ്, ഇതൊന്നും പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. യെസ്, അപ്പോ അത് നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിയുന്നു. എത്ര മാർക്ക് കിട്ടി? 20 ആണോ? ഒന്ന് റിവിഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, പെട്ടെന്നൊന്ന് റിവിഷൻ ചെയ്യാം. യെസ്, അപ്പോ ഉപകരണങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും ചെറിയ നെറ്റ്വർക്ക് എന്ത് വിളിക്കുന്നു? പാൻ എന്ന് വിളിക്കുന്നു. SSH സെക്യൂർ ഷെൽ. നിശ്ചിത സമയത്ത് മാധ്യമങ്ങളിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതാണ്? ബാൻഡ് വിഡ്ത്ത് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായത് സ്റ്റാർ ആണ് എന്ന് നമ്മൾ പഠിച്ചു. വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഏത് യൂസ് ചെയ്യുന്നു? സ്വിച്ച് യൂസ് ചെയ്യുന്നു എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ,
5 പായത്. നമ്പർ 3, 4, 5. ആ, എന്റെ കൂടെ എണ്ണിക്കോട്ടോ. 6ാമത്തെ ചോദ്യം, ഒരു നെറ്റ്വർക്ക് സിഗ്നൽ ആപ്ലിക്കേഷൻ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് റിപ്പീറ്റർ ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് TCP/IP പ്രോട്ടോകോൾ ആണ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ ഉപയോഗിക്കുന്നത് IP അഡ്രസ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. യെസ്. ഇനി 9ാമത് ചോദ്യം, നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ആണ്. ഇന്റർഫേസ് കാർഡ് കേട്ടോ, ബി ആണ് എന്ന് നമ്മൾ പഠിച്ചു. 10ാമത്തെ ചോദ്യം, മോഡം കണ്ടുപിടിച്ചത് ആര് എന്ന് നമ്മൾ പഠിച്ചു. ഡെന്നിസ് ഇ ഹൈസ് എന്ന് പഠിച്ചു. ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത് FTP ആണ് എന്ന പോയിന്റ് നമ്മൾ പഠിച്ചു. 12ാമത്തെ ചോദ്യം, LED ബൾബുകൾ ഉപയോഗിച്ച് ഡാറ്റ വിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ലൈറ്റ് ഫിഡിലിറ്റി എന്ന് നമ്മൾ പഠിച്ചു. 13, വേൾഡ് വൈഡ് വെബ് നിലവിൽ വന്നത് 1989 ആണെന്ന് നമ്മൾ പഠിച്ചു. 14ാമത്തെ ചോദ്യം, ക്യാപ്ച അല്ലെ, കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻ അപ്പാർട്ട് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഒരു വെബ് പേജ് സേവ് ചെയ്യുന്നത് HTML പേജിലാണെന്ന് നമ്മൾ പഠിച്ചു. 16ാമത് ചോദ്യം, മറ്റൊരു വെബ് പേജിലേക്ക് എത്താൻ സാധിക്കുന്നത് ഹൈപ്പർ ലിങ്ക് ആണെന്ന് നമ്മൾ പഠിച്ചു. 17, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയത് BSNL ആണെന്ന് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ 18ാമത് ചോദ്യം, വിക്കിപീഡിയ കണ്ടുപിടിച്ചത് ജിമ്മി ബെൽസും ലാറി സാങ്കറുമാണെന്ന് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ 19 ഇന്റർനെറ്റ് പാക്കറ്റ്സിനെ ഡാറ്റാഗ്രാം എന്ന് വിളിക്കുന്നുവെന്നും 20ാമത്തെ ചോദ്യം ഇതും നമ്മൾ പഠിച്ചു. 20 ചോദ്യങ്ങൾ, സമയമില്ല. 21ാമത്തെ ചോദ്യം കറക്റ്റാണ്, നമ്പർ കറക്റ്റാണ്. ബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വെബ്സൈറ്റ് ആണോ? ഒരു ബിസിനസ് സോഫ്റ്റ്വെയർ ആണോ? ഒരു സെർച്ച് എഞ്ചിൻ ആണോ? ഒരു സോഷ്യൽ മീഡിയ ആണോ? എന്താണ് ബിങ്? യെസ്, ബിങ് ആരുടെ സെർച്ച് എഞ്ചിനാണ്? മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത സെർച്ച് എഞ്ചിനാണ് ഏത്? ബിങ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 22ാമത്തെ ചോദ്യം, വിച്ച് വാസ് ദി ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഇൻ ദി ഇന്റർനെറ്റ്? 1990 ആദ്യത്തെ സെർച്ച് എഞ്ചിൻ വരുന്നത്. 1990 ആദ്യത്തെ സെർച്ച് എഞ്ചിൻ വരുന്നത്. ഏതാണ്? ആർച്ചി കേട്ടോ. ആദ്യത്തെ സെർച്ച് എഞ്ചിൻ വരുന്നത് ആർച്ചിയാണ്. ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടിം ബെർണേഴ്സ്-ലീ കണ്ടുപിടിച്ച നെക്സസ് ആണ് എന്ന് പഠിച്ചു കേട്ടോ. ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടിം ബെർണേഴ്സ്-ലീ കണ്ടുപിടിച്ച നെക്സസ് കേട്ടോ. നെക്സസ് ആണ്. ചിലരൊക്കെ ചോറുണ്ണാൻ പോയോ? ചിലര് ചോറുണ്ണാൻ പോയോ? അപ്പൊ നെക്സസ് ആണ് എന്ന് പഠിച്ചു കേട്ടോ. ടിം ബെർണേഴ്സ്-ലീ കണ്ടുപിടിച്ചതാണ് നെക്സസ് എന്ന് പഠിച്ചു വെക്കാം. ആർച്ചിയാണ് 1990 ആദ്യത്തെ സെർച്ച് എഞ്ചിൻ എന്ന് പഠിച്ചു. 23ാമത് ചോദ്യം, IP അഡ്രസ് ആർ കൺവേർട്ടഡ് ഇൻടു ഡാഷ്. സോറി, IP അഡ്രസ് ആർ കൺവേർട്ടഡ് ഇൻടു ഡാഷ്. IP അഡ്രസ് ഓരോ സിസ്റ്റത്തിനും ഇൻഡിവിജ്വൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള IP അഡ്രസ് എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യുക? ഒരു ബൈനറി സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യോ? ആൽഫ ന്യൂമറിക് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യോ? ഹൈറാർക്കി ഓഫ് ഡൊമൈൻ നെയിമിലേക്ക് കൺവേർട്ട് ചെയ്യോ? ഹെക്സാഡെസിമൽ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യോ? അതായത് ഈ ഡൊമൈൻ നെയിമിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിന്റെ ഇപ്പൊ പച്ചവെള്ളത്തിന്റെ IP അഡ്രസ് ഇതാന്ന് വിചാരിക്കുക. 192.168.63.24 എന്നുള്ളതാണ് പച്ചവെള്ളം എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ ആ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ്. ഓക്കെ, നമ്മൾ ആക്സസ് ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റും എല്ലാ ആപ്പുകളൊക്കെ ഒരു പേജിലേക്കാണ് നമ്മൾ റീഡയറക്ട് ചെയ്യുന്നത് അല്ലെ, ഒരു കമ്പ്യൂട്ടറിനുള്ളിലുള്ള ഒരു പേജിലേക്കാണ്. അപ്പൊ പച്ചവെള്ളത്തിൽ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പച്ചവെള്ളത്തിന്റെ ആപ്പിന്റെ IP അഡ്രസ് ഇതാന്ന് വിചാരിക്കുക. 192.168.63.24 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ മുകളിൽ പോയിട്ട് ഏത് നമ്മുടെ ഒരു വെബ് ബ്രൗസറിന്റെ മുകളിൽ പോയിട്ട് URL നമ്മൾ അവിടെ പച്ചവെള്ളം അടിച്ചു കൊടുക്കുന്നതിന് പകരം 192.168.63.24 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഡൊമൈനിലേക്ക് പോകും. ഡൊമൈൻ നെയിമിലേക്ക് അതിനെ സ്വിച്ച് ചെയ്യും. മനസ്സിലായോ? അപ്പൊ IP അഡ്രസ് ഏതിലേക്കാണ് സ്വിച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറാർക്കി ഓഫ് ഡൊമൈൻ നെയിമിലേക്കാണ് എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. സംശയമില്ലാതെ പഠിക്കാം. ഓക്കെ, ഇനി 24ാമത്തെ ചോദ്യം, സോഷ്യൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റഡ് ബൈ ഗൂഗിൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗൂഗിളിന്റെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗൂഗിളിന്റെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഏതാണ്? പറഞ്ഞേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗൂഗിളിന്റെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഏതാണ്? ഗൂഗിൾ പ്ലസ് കേട്ടോ. ഗൂഗിൾ പ്ലസ് ആണ് എന്ന് പഠിച്ചു. 25, ഗൂഗിളിന്റെ പാരന്റ് കമ്പനി ഏതാണ്? ദ പാരന്റ് കമ്പനി ഓഫ് ഗൂഗിൾ.
ഗൂഗിളിന്റെ അച്ഛൻ കമ്പനി ഏതാണ്? ഗൂഗിൾ ആരുടെ ഉടമസ്ഥതയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരന്റ് കമ്പനി ഓഫ് ഗൂഗിൾ. യെസ്, ഗൂഗിളിന്റെ പാരന്റ് കമ്പനി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഗൂഗിളിന്റെ പാരന്റ് കമ്പനി? യെസ്, ആൽഫബറ്റ് INC എന്ന് പറയുന്നതാണ് ഗൂഗിളിന്റെ പാരന്റ് കമ്പനി കേട്ടോ. ദ പാരന്റ് കമ്പനി ഓഫ് ഗൂഗിൾ. ഗൂഗിളിന്റെ പാരന്റ് കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പഠിച്ചു നോക്കാം. ആൽഫബറ്റ് INC എന്ന് നോട്ട് ചെയ്തു നോക്കാം കേട്ടോ. ഗൂഗിളിന്റെ പാരന്റ് കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫബറ്റ് INC എന്ന് പഠിച്ചു നോക്കാം. യെസ്, ഇതിന്റെ സിഇഒയും ഗൂഗിളിന്റെ സിഇഒയും ആര് തന്നെയാണ്? സുന്ദർ പിച്ചൈ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഗൂഗിളിന്റെ സിഇഒയും ആൽഫബറ്റ് INCയുടെ സിഇഒയും സുന്ദർ പിച്ചൈ കേട്ടോ. 26ാമത്തെ ചോദ്യം, ഹോട്ട് ജാവ എന്ന് പറയുന്നത് എന്താണ്? ഹോട്ട് ജാവ. ഹോട്ട് ജാവ. ഹോട്ട് ജാവ ഈസ് എ ഡാഷ്. ഒരു വെബ് ബ്രൗസർ ആണ്. ഫസ്റ്റ് ജാവ വേർഷൻ ആണ്. ജാവ ഇന്റർപ്രറ്റർ ആണ്. ഡീബഗർ ആണ്. എന്താണ് ഹോട്ട് ജാവ? യെസ്, ഹോട്ട് ജാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് ഒരു വെബ് ബ്രൗസർ ആണെന്ന് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഹോട്ട് ജാവ ഈസ് എ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് ബ്രൗസർ ആണ്. അത് ജാവയുടെ വേർഷൻ ഒന്നും അല്ല കേട്ടോ. ഹോട്ട് ജാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ബ്രൗസർ ആണ് എന്ന് പഠിച്ചു. ഇനി 27ാമത്തെ ചോദ്യം, എക്സ്റ്റൻഷൻ .com .edu .org .net എന്നൊക്കെ പറയുന്നത് അതിനകത്ത് ഇതെന്താണെന്നുള്ളതാണ് ചോദ്യം. യെസ്, ഈ .com .edu .org പിന്നെ നെറ്റ്, യെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ നമുക്ക് കോമൺ ആയിട്ട് നെറ്റ്വർക്ക് എന്നാണ് വിളിക്കുക. IP അഡ്രസ് ആണോ അത്? ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം ആണോ? മെയിൽ ID ആണോ? എന്താണ് സംഭവം? യെസ്, അതിനെ ടോപ്പ് ലെവൽ ഡൊമൈൻ എന്നാണ് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക കേട്ടോ. യെസ്, ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ http://www.pachavaellam.com/something എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്? ഇതിനെ പ്രോട്ടോകോൾ എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് സബ് ഡൊമൈൻ എന്ന് വിളിക്കാം കേട്ടോ. സബ് ഡൊമൈൻ എന്ന് വിളിക്കാം. ഇതാണ് ശരിക്കും നമ്മുടെ ഡൊമൈൻ നെയിം. ഡൊമൈൻ നെയിം എന്ന് വിളിക്കാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെയാണ് നമ്മളിപ്പോൾ ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് വിളിച്ചത്. യെസ്, ഈ കംപ്ലീറ്റ് അഡ്രസ്സിനെ നമ്മൾ URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നും വിളിക്കുന്നു. ഐ റിപ്പീറ്റ്, HTTP എന്ന് പറയുന്നത് പ്രോട്ടോകോൾ ആണ്. കോളനും ഡബിൾ സ്ലാഷും പിന്നെ അതിനകത്ത് കോമൺ ആയിട്ട് വരുന്നതാണ്. www എന്ന് പറയുന്ന ഒരു സർവീസ് ആണ്. അതിനെ സബ് ഡൊമൈൻ എന്ന് വിളിക്കാം. URL www. എന്ന് പറയുന്നതിനെ സബ് ഡൊമൈൻ എന്ന് വിളിക്കാം. പച്ചവെള്ളം എന്നുള്ളതാണ് അതിന്റെ ഡൊമൈൻ നെയിം. .com എന്ന് പറയുന്നതാണ് അതിന്റെ ടോപ്പ് ലെവൽ ഡൊമൈൻ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷൻ പേജ് URL എന്നാണ് വിളിക്കുക കേട്ടോ. @ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അത് പേജ് URL ആണ്. ടോട്ടൽ ഈ അഡ്രസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? URL എന്ന് വിളിക്കാം. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യം, 28ാമത്തെ ചോദ്യം, ആരാണ് ISP? ഇന്റർനെറ്റിന്റെ സേവന ദാതാവിനെയാണ് നമ്മൾ ISP എന്ന് വിളിക്കുന്നത്. ആരാണോ നമുക്ക് ഇന്റർനെറ്റ് തരുന്നത് അവരെ നമുക്ക് ISP എന്ന് വിളിക്കാം. ISPയുടെ പൂർണ്ണരൂപമാണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. എല്ലാവർക്കും അറിയാം അല്ലെ? അറിയാത്തവരുണ്ടെങ്കിൽ നോക്കണേ. 29, DNSന്റെ പൂർണ്ണരൂപം എന്ത് എന്നുള്ളതാണ് ചോദ്യം. DNS. DNS stands for, DNSന്റെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DNSന്റെ പൂർണ്ണരൂപം ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. DNSന്റെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പഠിച്ചു വെക്കാം. ഇനി 30ാമത്തെ ചോദ്യം, IPv6 യൂസസ് ഡാഷ് ബിറ്റ് അഡ്രസ്. IPv6 എന്ന് പറയുന്നത് എത്ര ബിറ്റ് അഡ്രസ്സിംഗ് ആണ് എന്ന് നമ്മൾ നേരത്തെ അഡ്രസ് ചെയ്ത കാര്യമാണ്. IPv6 എന്ന് പറയുന്നത് എത്ര ബിറ്റ് അഡ്രസ്സിംഗ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയൂ. IPv6 എന്ന് പറയുന്നത് എത്ര ബിറ്റ് അഡ്രസ്സിംഗ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ബിറ്റ് ആണ്? 32 ബിറ്റ് ആണ്. IPv4 അല്ലെ? IPv6 എന്ന് പറയുന്നത് 128 ബിറ്റ് ആണ് എന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ 30 ചോദ്യങ്ങളിൽ എത്ര മാർക്ക് ഉണ്ട് നിങ്ങൾക്ക്? എത്ര മാർക്ക് കിട്ടി 30-ൽ? കമന്റ് ചെയ്യണേ. 31ാമത്തെ ചോദ്യം, ഡാഷ് റെഫേഴ്സ് ഇമെയിൽ ദാറ്റ് അപ്പിയേഴ്സ് ഹാവ് ബീൻ ഒറിജിനേറ്റഡ് ഫ്രം വൺ സോഴ്സ് വിത്ത് ആക്ച്വലി സെൻഡ് ഫ്രം അനദർ സോഴ്സ്. ഒരു സോഴ്സിൽ നിന്ന് വരുന്ന പോലെ തോന്നിക്കുകയും ആക്ച്വലി മറ്റൊരു സോഴ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതുമായി നമ്മളെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന സൈബർ ക്രൈം ഏതാണ്? നമ്മൾ ചിത്രം വരച്ച് പറഞ്ഞതാണ്. ബി നോക്കുമ്പോൾ എയിൽ നിന്ന് വന്ന പോലെ തോന്നും, പക്ഷെ ആക്ച്വലി അത് സി എന്ത് ചെയ്യുന്നു? സി ആണ് ആ മെയിൽ അയച്ചത്. ബി നോക്കുമ്പോൾ എയിൽ നിന്ന് വന്ന പോലെ തോന്നി, പക്ഷെ എ ആണ് ആ മെയിൽ അയച്ചതെങ്കിൽ എന്താണ്? ഈ മെയിലിനെ സ്പൂഫ് ചെയ്തു എന്നാണ് പറയാൻ സാധിക്കുക അല്ലെ? അതിനെയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് വിളിക്കുക. സ്പൂഫിംഗ്. ഓക്കെ, ഇപ്പൊ ഷൈനി അയച്ച മെയിലാണ്, പക്ഷെ വരുന്നത് ആർദ്രയുടെ മെയിലിൽ നിന്ന് വരുന്ന പോലെ തോന്നുന്നു.
കാരണം എന്താ? കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാള് ചോദിച്ചാൽ കൊടുക്കൂല, വേറൊരാൾ ചോദിച്ചാൽ കൊടുക്കും. അപ്പൊ അയാളുടെ അഡ്രസ്സ് ഇവിടെ എന്ത് ചെയ്യുന്നു? മാസ്ക് ചെയ്ത് സ്പൂഫ് ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ട് അവിടെ തട്ടിപ്പ് നടത്തുന്നു. അതാണ് എന്ത് സ്പൂഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ആരോ കമന്റ് ചെയ്തു സ്പാമിങ്. സ്പാമിങ് എന്താണ്? നമ്മുടെ മെയിൽ ബോക്സിലേക്ക് അൺവാണ്ടഡ് ആയിട്ട് ഒരുപാട് മെയിലുകൾ ജങ്ക് ആയിട്ട് ഒന്നിച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പാമിങ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സ്പാമിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബോംബിങ് പിന്നെ അറിയാലോ അല്ലെ? ഒരു സർവീസ് ഒരാൾക്ക് താൽക്കാലികമായിട്ട് സർവീസ് കിട്ടരുത് എന്നുള്ള രൂപത്തില് ഒന്നിച്ച് ഒരുപാട് മെസ്സേജുകൾ ഒന്നിച്ചയക്കുന്നതിനെയാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. യെസ്, അപ്പൊ താൽക്കാലികമായിട്ട് അയാളുടെ ആ സർവീസ് ഡിനേ ആവുന്നു അല്ലെ? ഡിനേൽ ഓഫ് സർവീസ് അറ്റാക്ക്, അതാണ് ഇമെയിൽ ബോംബിംഗ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ യൂസുഫ് അലിഖാന്റെ പിന്നെ എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ പറഞ്ഞതാണ്. യൂസുഫ് അലിഖാന്റെ പുതിയ ബിൽഡിങ്ങിന്റെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാനും വേറെ ആളും എന്തോ ഒരു ക്രൈം ചെയ്തിരുന്നു അല്ലെ? യെസ്, 32ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം, കോപ്പിയിങ് ദ മെറ്റീരിയൽസ് പബ്ലിഷ്ഡ് ഓൺ ദി ഇന്റർനെറ്റ് ആസ് വൺസ് ഓൺ വിത്തൗട്ട് ദി പ്രോപ്പർ അക്നോളജ്മെന്റ് ഈസ് കോൾഡ് ഡാഷ്. ഒരാൾ ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്ത ഡാറ്റാസ് അയാളുടെ അനുവാദമില്ലാതെ എടുക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? അതാണ് പ്ലേജറിസം കേട്ടോ. പ്ലേജറിസം യെസ് എന്ന് മനസ്സിലാക്കി വെക്കാം. 33ാമത്തെ ചോദ്യം, when IT Act 2000 ഓഫ് ഇന്ത്യ came into force. ഇന്ത്യയിൽ IT Act 2000 നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. when IT Act 2000 ഓഫ് ഇന്ത്യ came into force. ഇന്ത്യയിൽ IT Act നിലവിൽ വന്നത് എന്നാണ്? യെസ്, IT Act 2000 നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 ഒക്ടോബർ 17 എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. 34ാമത്തെ ചോദ്യം, 2015 സുപ്രീം കോടതി ഒഴിവാക്കിയ IT നിയമത്തിലെ വകുപ്പ് ഏതാണ്? 2015 സുപ്രീം കോടതി ഒഴിവാക്കിയ IT നിയമത്തിലെ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ? യെസ്, നമ്മളെ 19(1)A അല്ലെ? 19(1)A എന്ന് പറയുന്ന മൗലിക സ്വാതന്ത്ര്യം, അതിനെ ഹനിക്കലാണ് 66A എന്ന് പറഞ്ഞിട്ട് സെൻഡിങ് ഒഫെൻസീവ് മെസ്സേജസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ മീഡിയ. ഓക്കെ, സെൻഡിങ് ഒഫെൻസീവ് മെസ്സേജസ്, അതായത് ഫേസ്ബുക്കിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ഒരാൾക്കെതിരെ ഒഫെൻസീവ് ആയിട്ട് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ 66A പ്രകാരം കുറ്റകൃത്യമായിരുന്നു പണ്ട്. എന്നാൽ 2015 സുപ്രീം കോടതി പറഞ്ഞു ഒരാൾക്ക് മൗലിക സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അപ്പൊ അയാളെ കുറിച്ച് എഴുതാൻ അവകാശമുണ്ട്. അതുകൊണ്ട് ഒന്നെങ്കിൽ 66A അല്ലെങ്കിൽ 19(1)A. അപ്പൊ 19(1)A ആണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് സെൻഡിങ് ഒഫെൻസീവ് മെസ്സേജസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുന്ന IT Act ഇനി വേണ്ട. 66A എന്ത് ചെയ്തു? ബാൻ ചെയ്തു. IT Actലെ കരിനിയമം എന്നറിയപ്പെടുന്ന നിയമമാണ് 66A എന്നും നോട്ട് ചെയ്തു കേട്ടോ. യെസ്, 35ാമത്തെ ചോദ്യം, ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് ഐഡികളിലൂടെ ആളുകളെ കബളിപ്പിച്ചാൽ അത് IT Actലെ ഏത് കുറ്റകൃത്യമാകും? ഒരുപാട് ഐഡി ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ പിന്നെ കബളിപ്പിക്കുന്നു. ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് ഐഡികളിലൂടെ ആളുകളെ കബളിപ്പിച്ചാൽ IT Actലെ ഏത് നിയമപ്രകാരം? ഒന്നിൽ കൂടുതൽ ഐഡി ഉണ്ടാക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക. ഡ്യൂപ്ലിക്കേറ്റ് അതേത് നിയമപ്രകാരം കുറ്റകൃത്യമാവും? 66D കേട്ടോ. D ഫോർ ഡ്യൂപ്ലിക്കേഷൻ. ഓക്കെ, അശ്വതി അച്ചുവിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ എടുത്തതാണ്. യെസ്, ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് ID ഉണ്ടാക്കിയിട്ട് മറ്റൊരാളെ കബളിപ്പിച്ചു കഴിഞ്ഞാൽ അത് 66D പ്രകാരം കുറ്റകൃത്യമാണ് എന്ന പോയിന്റ് പഠിച്ച് വെക്കാം. ഇനി 36ാമത്തെ ചോദ്യം, ഐഡന്റിറ്റി തെഫ്റ്റ്. ഒരാളുടെ എന്ത് ചെയ്യുന്നു? ഐഡന്റിറ്റി തെഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഐഡന്റിറ്റി തെഫ്റ്റുമായി ബന്ധപ്പെട്ട IT Actലെ സെക്ഷൻ ഏതാണ്? യെസ്, A20യുടെ പ്രൊഫൈലിലെ യൂസർ നെയിമും പാസ്വേഡ് എടുത്തിട്ട് ഞാൻ അതേപോലെ എന്ത് ചെയ്യുന്നു? A20 ആയിട്ട് നാട്ടുകാരെ മൊത്തം വിഷ് ചെയ്യുന്നു. ഒരു ദിവസം രാവിലെ എണീച്ച് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയച്ചു കഴിഞ്ഞാൽ, യെസ്, A20യുടെ യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ച് ഞാൻ അയച്ചു കഴിഞ്ഞാൽ A20യുടെ ഐഡന്റിറ്റിയാണ് ഞാൻ തെഫ്റ്റ് ചെയ്യുന്നത്. യെസ്, ആ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഞാൻ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ മോശം ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് അതിന്റെ ചീത്തപ്പേര്? A20ക്കാണ് അതിന്റെ ചീത്തപ്പേര് കേട്ടോ. അപ്പൊ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത് യെസ് ചേഞ്ചിങ് ഐഡന്റിറ്റി എന്നുള്ളതാണ് അല്ലെ? ചേഞ്ചിങ് ഐഡന്റിറ്റി എന്നാണ് നമ്മൾ കോഡിലൂടെ പഠിച്ചിട്ടുള്ളത്. 66C കേട്ടോ. ചേഞ്ചിങ് ഐഡന്റിറ്റി 66C എന്ന് പഠിച്ചു. ഇനി 37ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ
എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ? യെസ്, തിരുവനന്തപുരത്തെ പട്ടത്താണ് കേരളത്തിലെ സൈബർ പോലീസ് സ്റ്റേഷൻ. ബാക്കി ബാംഗ്ലൂരും ചെന്നൈയും ത്രിപുരയൊക്കെയാണ്. കിട്ടിയിട്ടുണ്ടാവും ഉത്തരം വിചാരിക്കുന്നു. 38ാമത്തെ ചോദ്യം, ഇലക്ട്രോണിക് ഗവേണൻസ് ആയി ബന്ധപ്പെട്ട IT ആക്ടിലെ സെക്ഷൻ ഏതാണ്? ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട സെക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 3, 4, 5, 6, 7. യെസ്, അങ്ങനെ കുറെ സെക്ഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ എടുത്ത് പറഞ്ഞതാണ്. എതിരായിരുന്നു 4 മുതൽ 10 വരെയാണ് ഈ ഗവേണൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ കേട്ടോ. ഈ ഗവേണൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ നമ്പർ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സെക്ഷൻ 4 മുതൽ 10 വരെയാണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. ഇനി ഇതൊന്ന് വായിച്ചു നോക്കി ഉത്തരം പറഞ്ഞ് 39ാമത്തെ ചോദ്യം, ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അതിന്റെ യഥാർത്ഥ യൂസറിനെ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യുന്ന അറ്റാക്കിനെയാണ് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. 2 പേർക്കിടയിൽ അയക്കുന്ന മെസ്സേജുകൾ ഇടയ്ക്ക് വെച്ച് പിടിച്ചെടുത്ത ശേഷം മാറ്റങ്ങൾ വരുത്തുകയോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നതാണ് മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക്. കമ്പ്യൂട്ടറിലേക്ക് ഒരു വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പോ ശേഷമോ അതിൽ തിരിമറി നടത്തുന്നതിനെയാണ് ഡാറ്റ ടിഡ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഇതിലേതൊക്കെയാ ശരിയായിട്ടുള്ളത്? സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിക്കണം കേട്ടോ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, യെസ്, ഇതിലെല്ലാം ശരിയാണ് കേട്ടോ. അതായത് ഒരു യൂസറിന് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ താൽക്കാലികമായിട്ട് ആ സർവീസ് നിർത്തിവെക്കുന്നതിനെയാണ് DOS, ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. 2 പേർക്കിടയിൽ അയക്കുന്ന മെസ്സേജുകൾ നടക്കുന്ന ഒരാളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക്. യെസ്, നമ്മളെ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ അതിൽ തിരുത്തലുകൾ വരുത്തുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് വിളിക്കുന്നത് കേട്ടോ. യെസ്, 40ാമത്തെ ചോദ്യം, ലീഗൽ റെക്കഗ്നിഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഏത് സെക്ഷനിലാണ് പറയുന്നത്? ലീഗൽ റെക്കഗ്നിഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഏത് സെക്ഷനിലാണ് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. 6ലാണോ 17ലാണോ 5ലാണോ 15ലാണോ? ലീഗൽ റെക്കഗ്നിഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്, ഇത് PSC ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. ലീഗൽ റെക്കഗ്നിഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെക്ഷൻ 5ലാണ് കേട്ടോ. സെക്ഷൻ 5ലാണ് ലീഗൽ റെക്കഗ്നിഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 5ലാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പോ 40 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? കമന്റ് ചെയ്യാമോ? 40ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാമോ? കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോ ഒരു വലിയ യജ്ഞം നമ്മളിവിടെ ഒരു ചെറിയ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. നമ്മൾ ജനുവരി മാസത്തിലാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജനുവരി ഒരു 5-ാം തീയതി ഒക്കെ ആയിരിക്കും കമ്പ്യൂട്ടറിന്റെ ആദ്യത്തെ ബാച്ച്, LDCക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 6 മാസം കഴിഞ്ഞു അല്ലേ? ജൂലൈ ആയി ഇപ്പോ. യെസ്, 6 മാസത്തോളം 2 കോഴ്സ് ചെയ്തു. ആദ്യത്തെ ഒരു കോഴ്സ് കഴിഞ്ഞു, 3 മാസം കൊണ്ട് ഒരു കോഴ്സ് കഴിഞ്ഞു. അതിനുശേഷം 3 മാസത്തേക്ക് വേറൊരു കോഴ്സ് ലോഞ്ച് ചെയ്തു. ആ കോഴ്സ് ഇപ്പോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത ആളുകൾക്കും 2ാമത്തെ ബാച്ചിലേക്ക് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്, അപ്പോ LDC പരീക്ഷക്കാര് ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. യെസ്, ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ട് ഇതിൽ വരുന്ന നമ്പർ കൺവേർഷന് യൂണിക്കോഡ് അത് നമുക്ക് ടൈപ്പിസ്റ്റ് മാത്രമായിട്ട് വേറെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്യും കേട്ടോ. അത് ചെയ്യും. അവിടെ കഴിഞ്ഞു. അപ്പൊ അടുത്ത ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDC ഇപ്പൊ ശനിയാഴ്ച പരീക്ഷ ഇറക്കുമല്ലോ, അതിലുള്ള ചോദ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു മോഡലിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനും റിവിഷനും ആയിട്ട് നമുക്ക് ഇനിയും ക്ലാസ്സുകൾ ഉണ്ടാവും കേട്ടോ. യെസ്, ഖാദി ബോർഡിനും LDCക്കും ആവശ്യമായിട്ടുള്ള സിലബസ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.